ഭീമസേനൻ വ്യൂഹത്തിനുള്ളിൽ പ്രവേശിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ജയദ്രഥവധവും നടത്താൻ പോകുന്നു. ആദ്യം ഈ ഒരു വ്യൂഹത്തിനുള്ളിൽ അർജുനൻ കയറിപ്പോയി, പിന്നെ സാത്യകി കയറിപ്പോയി. രണ്ടുപേരെയും കാണാതായപ്പോൾ യുധിഷ്ഠിരൻ ഭീമനെ കയറ്റി വിടുന്നത് തൊട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. 14-ാം ദിവസം പിന്നെ എന്തെല്ലാം സംഭവബഹുലമായ കാര്യങ്ങളുണ്ടായി. ശരിക്കും സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത് ഈ എപ്പിസോഡ് തൊട്ടാണ്. നമുക്ക് നോക്കാം കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 25-ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. യുധിഷ്ഠിരൻ തൻ്റെ അനുജനായ ഭീമസേനൻ്റെ അടുത്ത് പോയിട്ട് തൻ്റെ ദുഃഖങ്ങളെല്ലാം പറയുന്നു. അർജുനനെ കാണാതായതിനെ തുടർന്ന് സാത്യകിയെ വ്യൂഹത്തിനുള്ളിലേക്ക് വിട്ടു. ഇപ്പോൾ സാത്യകിയുടെയും ഒരനക്കമില്ല. നല്ല പരിഭ്രമമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പൂർണ്ണ വിശ്വാസം ഭീമസേനനിലാണ്. അതുകൊണ്ട് ഭീമസേന, നീ ഒന്ന് പോയി രണ്ടുപേരെയും ഒന്ന് അന്വേഷിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. അർജുനൻ നോക്കുവാനായിട്ടാണ് സാത്യകിയെ ഉള്ളിലോട്ട് കയറ്റി വിട്ടത്. ഇപ്പോൾ സാത്യകിയെ കാണുന്നില്ല. ഇനി എൻ്റെ വിശ്വാസം പൂർണ്ണമായും നിന്നിലാണ് ഭീമസേന. അനിയ, ഒന്ന് പോയി നോക്കിയിട്ട് വാ. അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഭീമസേനൻ പറഞ്ഞു, പണ്ട് ബ്രഹ്മാവും വരുണനും ഇന്ദ്രനുമൊക്കെ യാത്ര ചെയ്ത ആ രഥത്തിൽ കൃഷ്ണാർജുനന്മാരിരുന്ന് പോരാടുന്ന സമയത്ത് എനിക്കൊരു സംശയവുമില്ല അവൻ്റെ സുരക്ഷയുടെ കാര്യത്തിൽ. എന്നിരുന്നാൽ പോലും അങ്ങയുടെ വാക്ക് ഞാൻ ശിരസാ വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ തൻ്റെ അളിയനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നനെ അടുത്ത് വിളിച്ചു. എന്നിട്ട് ദൃഷ്ടദ്യുമ്നനോട് പറഞ്ഞു, ദൃഷ്ടദ്യുമ്ന, മഹാരഥിയായ ദ്രോണാചാര്യർ ഏതു വിധേനയും എൻ്റെ ജ്യേഷ്ഠനെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കും. ഞാൻ അങ്ങയെ ഏൽപ്പിച്ചിട്ടാണ് വ്യൂഹത്തിനുള്ളിലേക്ക് പോകുന്നത്. ഇന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ സുരക്ഷയല്ലാതെ മറ്റൊരു വലിയ ദൗത്യം പോലും അങ്ങേക്കില്ല എന്നറിഞ്ഞുകൊണ്ട് ചേട്ടൻ നോയിക്കൊള്ളണം എന്ന് പറഞ്ഞു. ദൃഷ്ടദ്യുമ്നൻ അതിന് ശരിവെക്കുകയും ചെയ്തു. ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, എന്ത് സംഭവിച്ചാലും ദ്രോണർക്ക് യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല. അതിനുവേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, അങ്ങ് ധൈര്യമായി പൊക്കൊള്ളുക എന്ന് ഭീമസേനനോട് പറഞ്ഞു. അങ്ങനെ ഭീമസേനൻ പോയി യുദ്ധത്തിന് സജ്ജമായി. വസ്ത്രവും പടച്ചട്ടയും എല്ലാം മാറ്റി വന്നു. ഇപ്പോൾ ഭീമസേനൻ ഇട്ടേക്കുന്ന പടച്ചട്ട എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ ഇട്ടിരുന്ന സ്വർണ്ണം കൊണ്ടുള്ള ചട്ടയില്ലായിരുന്നു. സ്വർണ്ണം കൊണ്ട് അലങ്കരിച്ചേക്കുന്ന കറുത്ത നിറത്തിലെ ഇരുമ്പ് ചട്ടയായിരുന്നു. അതുപോലെ തന്നെ വസ്ത്രം മാറ്റി ചുവന്ന നിറത്തിലെയും മഞ്ഞ നിറത്തിലെയും വസ്ത്രം എടുത്തു. എന്നിട്ട് തൻ്റെ ആയുധങ്ങളൊക്കെ ആയിട്ട് വിശോകം തെളിക്കുന്ന തൻ്റെ രഥത്തിലേക്ക് കയറി അവിടെ നിന്നുകൊണ്ട് ശംഖുനാദം മുഴക്കി. ശംഖുനാദം മുഴക്കിയതിന് ശേഷം ഭീമൻ അവിടെ നിന്നുകൊണ്ട് ഗർജിച്ചിട്ട് കൗരവരുടെ പടത്തലക്കിലേക്ക് തൻ്റെ രഥത്തിൽ എരച്ചങ്ങ് കയറി. സാധാരണഗതിയിൽ ഏതൊരു യോദ്ധാവും ശംഖുനാദം മുഴക്കിയാണ് കയറിപ്പോകുന്നതെങ്കിൽ ഇവിടെ ഭീമസേനൻ ഞാണലി കേൾപ്പിച്ച് തൻ്റെ 2 കൈകളും കൊണ്ട് കൂട്ടി മുട്ടിച്ചു. ആ ശബ്ദം കേട്ടിട്ട് കൗരവപ്പടയുടെ പടത്തലക്കിലൊന്ന് ഇളകിയെന്നാണ് പറയുന്നത്. എന്നിട്ട് ഭീമൻ അവർക്കിടയിലേക്ക് തൻ്റെ രഥത്തിൽ ഇട്ടിച്ചങ്ങ് കയറി. പോകുന്ന വഴിയിൽ കൈ കിട്ടുന്ന യോദ്ധാക്കളെല്ലാം ഭീമൻ അടുത്തിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് പോയത്. കൗരവ രാജകുമാരന്മാർ തങ്ങളുടെ പടയുമായി ഭീമനെ വളഞ്ഞപ്പോൾ അസ്ത്രങ്ങൾ തൂകിയും ഇടിച്ചു കയറിയും ഭീമൻ അവരെയും പിളർന്ന് നേരെ ദ്രോണരുടെ മുന്നിലേക്ക് ചെന്നു. അങ്ങനെ ദ്രോണരും ഭീമനും മുഖാമുഖം നിൽക്കുന്നു. ഭീമൻ വരുന്ന വരവിൽ ദ്രോണർ ഭീമൻ്റെ നെറ്റിത്തറത്തിലേക്ക് അസ്ത്രം ചെയ്തു. ആ അസ്ത്രം തൻ്റെ നെറ്റിത്തറത്തിൽ കൊണ്ടുടനെ തന്നെ ഭീമൻ അവിടെ നിന്നു. ഭീമൻ്റെ മുഖത്തെ മുഖഭാവങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങി. ദ്രോണരുടെ മുഖത്ത് ഒരു പുഞ്ചിരിയായിരുന്നു. ആ പുഞ്ചിരിയുടെ അർത്ഥം ഇതാണ്: സാത്യകി ശരി തന്നെയാണ്, അർജുനനും ശരി. ഇവൻ എൻ്റെ മുന്നിൽ എന്ത് കാണിക്കാനാ? പിന്നെ അത് മാത്രമല്ല, ഇവൻ എൻ്റെ ശിഷ്യനല്ലേ. നേരത്തെ എൻ്റെ 2 ശിഷ്യന്മാരെന്നെ ബഹുമാനിച്ചതുപോലെ ഇവനും എന്നെ ബഹുമാനിക്കും എന്ന് ദ്രോണർ വിശ്വസിച്ചു. എന്നിട്ട് ദ്രോണർ നേരത്തെ സാത്യകിയോട് പറഞ്ഞ സെയിം ഡയലോഗ് ഭീമസേനനോട് പറയുകയാണ്. എന്ത്? അല്ലയോ ഭീമ, എന്നെ പരാജയപ്പെടുത്താതെ നിനക്ക് ഈ വ്യൂഹത്തിനുള്ളിലേക്ക് കയറാൻ കഴിയത്തില്ല. നിൻ്റെ അനിയനുണ്ടല്ലോ അർജുനൻ, അവനിവിടെ വന്നിട്ട് എൻ്റെ അനുവാദത്തോടു കൂടി എന്നെ വലം വെച്ച് എന്നെ ബഹുമാനിച്ചാണ് ഈ വ്യൂഹത്തിനുള്ളിലോട്ട് കയറിപ്പോയത്. എൻ്റെ അനുവാദത്തോടു കൂടി, അല്ലെങ്കിൽ അവനും പറ്റത്തില്ലായിരുന്നു. നീ എന്താ ചെയ്യാൻ പോണേ? നിന്നെ കൊണ്ട് ഈ വ്യൂഹത്തിലൊന്നും കയറാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ദ്രോണർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നു. ദ്രോണർ പ്രതീക്ഷിച്ചത് അർജുനനെയും സാത്യകിയെയും പോലെ എന്തെങ്കിലും ചെയ്യുമെന്നാണ്. അർജുനൻ പറഞ്ഞതാണ് ഗുരുദേവ എന്ന് വിളിച്ചു, സാത്യകി ബ്രാഹ്മണ എന്ന് വിളിച്ചു. ഭീമൻ്റെ മുഖഭാഗം അങ്ങോട്ട് മാറിയിട്ട് ഭീമൻ ഉറക്കെ വിളിച്ചു, എടോ അന്ധനായ ബ്രാഹ്മണ. ഇത് കേട്ടപ്പോൾ ദ്രോണരെ എന്നെയോ മോനെ ഗുരു എന്നുള്ള രീതിക്ക് ദ്രോണർ അവിടെ നിന്നു. ഭീമൻ കണ്ടിന്യൂ ചെയ്തു, എടോ അന്ധനായ ബ്രാഹ്മണ, ഈ യുദ്ധഭൂമിയിൽ അങ്ങനെ ഒരാൾ അങ്ങയുടെ അനുവാദത്തോടു കൂടി അകത്ത് കയറി പോയിട്ടുണ്ടെങ്കിൽ അത് അർജുനനായിരിക്കത്തില്ല. അർജുൻ അങ്ങനെ അനുവാദം ചോദിച്ച് ബഹുമാനത്തോടെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അങ്ങയോടുള്ള അവൻ്റെ ആദരവ് മാത്രമാണ്. പക്ഷെ ആ ആദരവ് എൻ്റെ എന്ന് പ്രതീക്ഷിക്കരുത്. പണ്ട് നമ്മൾ നിങ്ങളെ പിതൃതുല്യനായി കണ്ടിരുന്നു. അന്ന് നിങ്ങൾ നമ്മളെ പുത്രന്മാരുമായി കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ശത്രുപക്ഷത്തല്ലേ നമ്മളെ ശത്രുക്കളായി കണ്ടല്ലേ നിങ്ങൾ പോരാടുന്നത്. ആദരവും ബഹുമാനവും കാണിക്കാൻ എൻ്റെ പേര് അർജുനൻ എന്നല്ല, എൻ്റെ പേര് ഭീമസേനൻ എന്നാണ്. ക്രോധത്തോടു കൂടി നിൽക്കുന്ന നിങ്ങളുടെ ശത്രുവായ ഭീമസേനൻ ശത്രുവായല്ലേ കാണുന്നേ. അതുകൊണ്ട് ശത്രുവിനോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് ഈ ഭീമൻ പെരുമാറാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുമ്പം ഗത കയ്യിലെടുത്ത്
ഒരു വലിയ ഗത. അത് ചുഴറ്റി ദ്രോണരുടെ രഥത്തിന് നേരെ ഒരൊറ്റ ഏറ്. സംസാരവും ബഹളമൊന്നുമില്ല. സ്വന്തം ശിഷ്യൻ്റെ ആവത് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് തന്നെയായിരിക്കാം ഈ ഗത വരുന്ന വരവ് കണ്ട ഉടനെ ദ്രോണർ രഥത്തിൽ നിന്നങ്ങ് ചാടി. ദ്രോണർ ഈ ചാടുന്ന ഗ്യാപ്പിൽ ഈ ഗത രഥത്തിലേക്ക് വന്ന് കുതിരകളെ പൂട്ടിയേക്കുന്ന സ്ഥലത്തേക്ക് ഇടിച്ചു. കുതിരകൾ അവിടെ നിന്ന് തെറിച്ചോടിപ്പോയി. എന്നിട്ട് ആ ഗത സാരഥിയുടെ ദേഹത്തേക്ക് ഇടിച്ചു. സാരഥി അവിടെ തീർന്നു. അതും കഴിഞ്ഞ് ആ ഗത രഥത്തിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രഥത്തിൽ വെച്ചിരുന്ന ആയുധങ്ങളും ദ്രോണരുടെ ധ്വജവുമെല്ലാം നാനാ ദിശകളിലേക്ക് തെറിച്ചുപോയി. എന്നിട്ട് ഈ ഗത ആ രഥത്തിൻ്റെ ബാക്ക് ഭാഗത്തൂടെ ഇടിച്ചപ്പോഴത്തേക്കും രഥം തകർന്നു. ഇതും കടന്ന ഗത ബാക്കിലോട്ട് പോയി. പിറക്കെ നിൽക്കുന്ന പടയുണ്ടല്ലോ ദ്രോണരുടെ, ആ പടയിലേക്ക് ഇടിച്ചു കയറി. ഈ ഗത ഇടിച്ച ആഘാതത്തിൽ ഈ രഥം തകർന്നല്ലോ. ആ രഥത്തിൻ്റെ ഭാഗങ്ങളും കൂടെ ചെന്ന് ഈ ഗതയും മറ്റു ഭാഗങ്ങളും കൂടെ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം സൈനികരെ സ്പോട്ടിൽ അങ്ങ് തീർത്തു. എന്നിട്ട് ദ്രോണരെ ഒരു നോട്ടം നോക്കിയിട്ട് ഭീമൻ ആ സൈന്യത്തിനുള്ളിലേക്ക് ഇടിച്ചങ്ങ് കയറി. ഭീമൻ വീണ്ടും തൻ്റെ കൈകൾ കൊണ്ട് കൂട്ടിമുട്ടിച്ച് ഗർജിച്ചുകൊണ്ടാണ് കയറി പോകുന്നത്. ഭീമസേനൻ ഈ കടന്നു കയറിയുള്ള പ്രകടനം കാണിച്ച ഉടനെ തന്നെ ആ രഥത്തിൽ നിന്ന് ചാടിയ ദ്രോണര് നേരെ പോയി മറ്റൊരു രഥത്തിലേക്ക് കയറി പോരാട്ടത്തിന് സജ്ജമായി. ഈ സമയത്ത് മുന്നോട്ട് പൊക്കോണ്ടിരിക്കാൻ ശ്രമിച്ച ഭീമസേനൻ ആകാശത്തിൽ കൂടെ ഏതോ ഒരു അസ്ത്രം ഇങ്ങനെ പറന്നു വരുന്ന ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ദുശാസനൻ എറിഞ്ഞ ഭയാനകമായൊരു വേലായിരുന്നു. ഭീമൻ ഉടനെ തന്നെ ഒരു അസ്ത്രം ആ വേലിന് നേരെ അയച്ചു. ആ അസ്ത്രം ആ വേലിനുള്ളിലേക്ക് കയറിപ്പോയി അതിനെ 2 കഷ്ണമാക്കി മുറിച്ചിട്ടു. എന്നിട്ട് ഭീമസേനൻ ദുശാസനനെ ഒരുമാതിരി സിംഹം തൻ്റെ ഇരയെ നോക്കുന്നത് പോലെ ഒരു പോർവീര്യത്തോടു കൂടി ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുകയാണ്. ദുശാസനനും അതേ ക്രോധത്തോടു കൂടി ഭീമനെ നോക്കുന്നു. എന്നാൽ ഭീമൻ പതുക്കെ ദുശാസനനിൽ നിന്ന് കണ്ണെടുത്തിട്ട് ദുശാസനൻ്റെ സഹോദരന്മാരെ കൗരവ രാജകുമാരന്മാരിലേക്ക് നോക്കി. എന്നിട്ട് ഭീമൻ അവർക്ക് നേരെ 3 അസ്ത്രങ്ങൾ അയച്ചു. ആ 3 അസ്ത്രങ്ങൾ കുന്തഭേദി, സുഷേനൻ, അതുപോലെ ദീർഘനേത്രൻ എന്ന് പറയുന്ന 3 കൗരവ രാജകുമാരന്മാരെ അവിടെ തന്നെ വധിച്ചു. വ്യൂഹത്തിനുള്ളിൽ കയറി ഭീമസേനൻ കൗരവ രാജകുമാരന്മാരെ വധിക്കാൻ അങ്ങ് തുടങ്ങി. എന്നിട്ട് അടുത്ത അസ്ത്രമെടുത്ത് ഭീമസേനൻ മറ്റൊരു ദിശയിലേക്ക് അയച്ചു. ആ അസ്ത്രം നേരെ പോയത് ബൃന്ദാരകൻ എന്ന് പറയുന്ന കൗരവ രാജകുമാരൻ്റെ നേരെയാണ്. ശേഷം ഭീമസേനൻ അടുത്ത ദിശയിലേക്ക് നോക്കിയപ്പോൾ അവിടെ 3 കൗരവ രാജകുമാരന്മാരെ കണ്ടു. അവർക്ക് നേരെ ഭീമസേനൻ വീണ്ടും 3 അസ്ത്രങ്ങൾ അയച്ചു. ആ 3 അസ്ത്രങ്ങൾ രൗദ്രകർമ്മൻ, അഭയൻ, ദുർവിമോചനൻ എന്ന് പറയുന്ന കൗരവ രാജകുമാരന്മാരുടെ ജീവനും എടുത്തു. എന്നിട്ട് ഭീമസേനൻ വിന്ദൻ, അനുവിന്ദൻ, സുരവർമ്മനൻ എന്നു പേരുള്ള 3 കൗരവ രാജകുമാരന്മാരെ കണ്ടപ്പോൾ അതിഭയാനകമായി അവിടെ നിന്നുകൊണ്ട് അട്ടഹസിച്ചിട്ട് അവർക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ ആ 3 കൗരവ രാജകുമാരന്മാരെയും വീഴ്ത്തി. എന്നിട്ട് ഭീമസേനൻ്റെ കൺമുന്നിൽ പിന്നെ കണ്ടത് സുദർശനൻ എന്ന കൗരവ രാജകുമാരനായിരുന്നു. ആ കൗരവ രാജകുമാരനെയും ഭീമൻ അസ്ത്രം കൊണ്ട് വീഴ്ത്തുകയാണ് ഉണ്ടായത്. വ്യൂഹത്തിനുള്ളിൽ കയറിയ ഉടനെ തന്നെ ഭീമൻ 10ഓളം കൗരവ രാജകുമാരന്മാരെ വധിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഭീമൻ തൻ്റെ കൈകൾ കൊണ്ട് കൂട്ടിമുട്ടിച്ചും ഗർജിച്ചുകൊണ്ടും അസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടും അവിടെ ഉണ്ടായിരുന്ന സേനയെ പല ദിശയിലേക്ക് ഓടിച്ചു വിട്ടിട്ട് പിന്നെയും വ്യൂഹത്തിനുള്ളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഭീമൻ ആദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ ഭീമൻ്റെ കൂട്ട് ചെറിയ സൈന്യവും കൂടെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭീമസേനൻ ഈ വ്യൂഹത്തിനുള്ളിലേക്ക് കയറിപ്പോയപ്പോൾ അവിടെ ദ്രോണാചാര്യരുണ്ടായിരുന്നു. ദ്രോണാചാര്യർ ഇത് ഇത്രയും കണ്ടു. കയറി വന്നുടനെ 10 എണ്ണത്തിനെ ഭീമൻ തീർത്തു. ദ്രോണാചാര്യർ രംഗത്ത് ദേഷ്യം കൂടി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു മട്ടിലായിട്ട് ഭീമനെ ദ്രോണാചാര്യർ ആക്രമിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ദ്രോണര് വില്ലുയർത്തി ഭീമന് നേരെ അസ്ത്രങ്ങൾ കൊണ്ട് അങ്ങോട്ട് പ്രഹരിക്കാനൊരുങ്ങി. ഭീമനെ കയറിപ്പോകാനായിട്ട് ദ്രോണർ സമ്മതിക്കുന്നില്ല. ദ്രോണരുടെ വില്ലിൽ നിന്ന് വന്ന അസ്ത്രങ്ങൾ ഭീമൻ്റെ കൂടെ ഉണ്ടായിരുന്ന 100 കണക്കിന് 1000 യോദ്ധാക്കളെ എല്ലാം വധിച്ചു വീഴ്ത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ദ്രോണർ മുന്നിൽ കയറിപ്പോകാൻ സമ്മതിക്കാതിരിക്കുന്ന കണ്ടുടനെ ഭീമൻ ആരും പ്രതീക്ഷിക്കാത്തൊരു പരിപാടി ചെയ്ത്, സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കൂല. ദ്രോണർ വരെ അത്ഭുതപ്പെട്ടു പോയി കാണും. എന്തെന്ന് വെച്ചാൽ ഭീമൻ ഈ വില്ല് രഥത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കയറി പോകാനും സമ്മതിക്കൂല എന്നും പറഞ്ഞ് രഥത്തുനിന്ന് ഭൂമിയിലോട്ട് ഭീമൻ ചാടി എന്നിറങ്ങി. ഇത് കണ്ടുടനെ ദ്രോണർ എന്തിനും തയ്യാറായി നിന്നു. ദ്രോണർ ഉടനെ തന്നെ തൻ്റെ ശിഷ്യനെ നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് ഭീമസേനന് നേരെ അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. ഭീമൻ കണ്ണുകളടച്ച് തൻ്റെ മുഖത്തേക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് ദ്രോണരുടെ രഥത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പാഞ്ഞോടി അങ്ങ് വന്നു. എല്ലാവരും ഭയന്നുപോയി. കാരണം കയ്യിൽ ആയുധമൊന്നുമില്ല. ഇയാൾ എന്തിനാ ദ്രോണരുടെ രഥത്തിൻ്റെ അടുത്തോട്ട് ഓടുന്നത്? എന്നിട്ട് ഓടി വന്നിട്ട് ദ്രോണരുടെ രഥത്തിൻ്റെ ഒരു ഭാഗത്തിൽ ഇങ്ങനെ കൂട്ടി അങ്ങ് പിടിച്ചു. എന്നിട്ട് ആ രഥം എടുത്തിട്ട് അങ്ങ് ഉലയ്ക്കാൻ തുടങ്ങി. ആ രഥം ഉലച്ച് ഭീമൻ ഇങ്ങനെ ചുറ്റിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദ്രോണർ തലനാരിടയ്ക്ക് ആ രഥത്തിനെടുത്ത് ചാടി. പിന്നീട് ദ്രോണർ കാണുന്ന കാഴ്ച ഭീമസേനൻ ആ രഥം എടുത്തങ്ങ് എറിയുന്നതാണ്. എല്ലാവരും ഒരു അത്ഭുതത്തോടു കൂടി ഈ രഥം സൈന്യത്തിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പറന്നു പോയങ്ങ് വീഴുന്നത് കണ്ടു. എന്നിട്ട് ഭീമൻ ദേഷ്യത്തോടു കൂടി സമ്മതിക്കത്തില്ല, വഴി മുടക്കുന്നു എന്നും പറഞ്ഞ് പോയി തൻ്റെ രഥത്തിലേക്ക് കയറിയിട്ട് വ്യൂഹത്തിനുള്ളിലോട്ട് കയറി അങ്ങ് പോയി.
ആശാൻ പോയ പോക്കിന് ദ്രോണരുടെ രഥം കണ്ടു, നിന്ന് പോരാടാനുള്ള സമയമൊന്നുമില്ലായിരുന്നു. പുറത്തു പോയി രഥം തൂക്കി ഒരൊറ്റ ഏറെറിഞ്ഞിട്ട് സ്വന്തം രഥത്തിൻ്റെ അകത്ത് കയറി അങ്ങ് പോയി. ദ്രോണാചാര്യർ ഉടനെ തന്നെ മറ്റൊരു രഥം സജ്ജമാക്കിയിട്ട് ആ രഥത്തിനുള്ളിൽ കയറി പോരാട്ടത്തിന് തയ്യാറായി. ഇതിനോടൊപ്പം വെച്ച് ഭീമൻ ദ്രോണരുടെ 2 രഥമാണ് എടുത്തെറിഞ്ഞേക്കുന്നത്. ശേഷം ഭീമൻ കൗരവപ്പടയെ കടന്നു കയറി ആക്രമിക്കാൻ തുടങ്ങി. ഈ ഒരു ആക്രമണത്തിൽ ആദ്യം ഭീമൻ കൃതവർമാവ് സംരക്ഷിക്കുന്ന ഭോജപ്പടയെ ഇത് പറഞ്ഞു പോയാൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ചെറിയ കറക്ഷൻ വരുന്നുണ്ട് കേട്ടോ. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ കൃതവർമാവ് പടത്തലയ്ക്കൽ വന്നിട്ട് പാണ്ഡവരെ അവിടെ നിന്ന് ഓടിച്ചു എന്ന് പറഞ്ഞല്ലോ. പാണ്ഡവ സൈന്യത്തിനെ ഓടിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പാണ്ഡവ സൈന്യം എന്ന് പറഞ്ഞതുകൊണ്ട് അത് സത്യം പറഞ്ഞാൽ ഷോർട്ടാക്കി പറഞ്ഞതാ. പാണ്ഡവ സൈന്യം എന്ന് പറയുമ്പോഴത്തേക്കും പല ആളുകൾക്കും അത് പാണ്ഡവ പക്ഷത്തുണ്ടായിരുന്ന സാധാ യോദ്ധാക്കളെ ഓടിച്ചുള്ളൂ എന്നൊരു സംശയം തോന്നി. സാധാ യോദ്ധാക്കളെ അല്ല, പാണ്ഡവ സൈന്യം എന്ന് ഞാൻ പറഞ്ഞത് യുധിഷ്ഠിരൻ, ഭീമസേനൻ, നകുലൻ, സഹദേവൻ, ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി അങ്ങനെ മുൻനിര യോദ്ധാക്കൾ ഉൾപ്പെടുന്ന പാണ്ഡവപ്പടയെ ഈ കൃതവർമാവ് ഒറ്റയ്ക്കാണ് ആക്രമിച്ച. ഞാൻ പടകൂട്ടി വന്നെന്ന് പറഞ്ഞു, അത് ടങ് സ്ലിപ്പായി വീണതാണ്. എന്നാൽ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. കൃതവർമാവ് ഭീമസേനനെ ആക്രമിച്ച് ബോധം കെടുത്തി അവിടെ ഇരുത്തുന്നുണ്ട് ആ ഒരു പോരാട്ടത്തിൽ. അന്ന് അതിഭയാനകമായിട്ടുള്ളൊരു ഹീറോയിസമാണ് കൃതവർമാവ് കാണിച്ചത്. വീഡിയോ ലോങ് ആയതുകൊണ്ട് ഷോർട്ടാക്കി പറഞ്ഞപ്പോൾ ഈ ഒരു വൈറ്റൽ ഇൻഫർമേഷൻ മിസ്സായിപ്പോയി. പിന്നെ പടകൂട്ടി വന്നൊരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിങ്ങനെ ചൂണ്ടിക്കാണിച്ചു, അത് എപ്പിസോഡിൽ തിരുത്തി. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ ജസ്റ്റ് ഒന്ന് പറയുക, ഇതുപോലെ അടുത്ത എപ്പിസോഡിൽ ഞാൻ തിരുത്തുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ കൃതവർമാവ് സംരക്ഷിക്കുന്ന ഭോജപ്പടയെയും തകർത്ത് അകത്തുള്ള കാംബോജപ്പടയെയും തകർത്തതിന് ശേഷം ഭീമൻ ഉള്ളിലോട്ട് കയറിപ്പൊക്കൊണ്ടിരുന്നു. ഉള്ളിലോട്ട് കയറിപ്പോയ ഭീമൻ പിന്നെ കാണുന്നത് സാത്യകി അവിടെ തൻ്റെ രഥത്തിൽ നിന്നുകൊണ്ട് ഗംഭീരമായി പോരാടുന്നതാണ്. അങ്ങനെ സാത്യകി അവിടെ നിന്ന് പോരാടുന്നത് കണ്ട ഭീമസേനൻ അട്ടഹസിച്ചുകൊണ്ട് പടയും തകർത്ത് സാത്യകിയുടെ അടുത്തോട്ടങ്ങ് പോയി. സാത്യകിയും ഭീമസേനനും പരസ്പരം കാണുന്നു. ഇപ്പോൾ ഏകദേശം സാത്യകി മിക്കവാറും നമ്മുടെ വടിവേലുണ്ട് ഡയലോഗ് കിടക്കും, എന്താണ് സിത്തപ്പ് നിങ്ക എപ്പോൾ എന്തിങ്ക എന്ന് പറയുന്ന കണക്ക് രണ്ടുപേരും പരസ്പരം കാണുന്നു. ഉടനെ തന്നെ രണ്ടുപേരും അർജുനൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് തയ്യാറാവുന്നു. തങ്ങളുടെ മുന്നിലുള്ള പടയെ തകർത്തുകൊണ്ട് അവർ ഉള്ളിലോട്ട് പോയപ്പോഴത്തേക്കും അവിടെ അർജുനൻ നിന്ന് പോരാടുന്നതും കണ്ടു. കൃഷ്ണൻ രഥം ഇങ്ങനെ തെളിച്ച് അർജുനൻ അവിടെ നിന്ന് പോരാടുന്ന ആ കാഴ്ച കണ്ടുടനെ ഭീമൻ സന്തോഷത്തിൽ ഒരു ഗർജനമങ്ങ് പുറപ്പെടുവിച്ചു. ഭീമൻ്റെ ഗർജനം കേട്ടുടനെ തന്നെ അർജുനൻ ഇത് ചേട്ടൻ വന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഭീമനെ കണ്ടുടനെ അർജുനനും അങ്ങ് ഗർജിച്ചു. അപ്പോൾ ഭീമനും അർജുനനും ഗർജിക്കുന്ന കണ്ടപ്പോൾ സാത്യകി ഞാൻ മാത്രമായിട്ട് എന്തിനു കുറയ്ക്കുന്നു, ഞാനും ഗർജിക്കുക. അങ്ങനെ സാത്യകിയും ഗർജിച്ചു. പുറത്ത് നിൽക്കുന്ന ധർമ്മപുത്രർ യുധിഷ്ഠിരൻ ആദ്യം ഭീമൻ്റെ ഗർജനം കേട്ടു, കൂടെ പാർത്ഥൻ്റെ ഗർജനം കേട്ടു, പിന്നെ സാത്യകിയുടെ ഗർജനവും കേട്ടു. ഒന്നുകൂടെ ഭീമൻ്റെ ഗർജനം കേട്ടപ്പോഴത്തേക്കും നമ്മുടെ യുധിഷ്ഠിരൻ്റെ മനസ്സിലൊരു കുളിർമയുണ്ടായി. മൂപ്പർക്ക് സന്തോഷമായി. അർജുനൻ സേഫ്, ഭീമനുള്ളിലെത്തി, ഇനി അവർ 3 പേരും അവിടുത്തെ കാര്യം നോക്കിക്കൊള്ളാം, ഞാൻ ഇവിടുത്തെ കാര്യം നോക്കാം എന്നും പറഞ്ഞ് പൂർവാധിക ഊർജ്ജത്തോടുകൂടി യുധിഷ്ഠിരൻ അവിടെ നിന്ന് പോരാടാനൊരുങ്ങി. ഈ സമയത്ത് ഭീമസേനൻ കൗരവപ്പടയുടെ ഉള്ളിലോട്ട് കയറി കടന്നു കയറി ആക്രമണങ്ങളെല്ലാം കാണിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ഗർജിച്ചു. ഈ ഗർജനങ്ങൾ കേട്ട സമയത്ത് അവിടെ ഉള്ളിൽ ഈ ഒരു വ്യൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മറ്റൊരു ശബ്ദം എല്ലാവരും കേട്ടു. എല്ലാവരും ആ ശബ്ദം കേട്ടുടനെ ആളുകൾക്ക് മനസ്സിലായി ഏതോ യോദ്ധാവിന് ദേഷ്യം വന്ന് ഉണ്ടാക്കിയ ഒരു ശബ്ദമാണ്. ഒരുപക്ഷെ ആ യോദ്ധാവ് കൈമുറുക്കി രഥത്തിലിടിച്ച ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചവിട്ടി തെറിപ്പിച്ച ശബ്ദമായിരിക്കാം. ആ ശബ്ദം കേട്ട ഉടനെ ആ ശബ്ദം കേട്ട ദിശയിലോട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് സ്വർണ്ണ നിറത്തിലുള്ള ആനച്ചങ്ങലയുള്ള ആ രഥം ഭീമനെ ലക്ഷ്യമാക്കി വരുന്നതാണ്. ആ രഥത്തിനുള്ളിലാകട്ടെ അതിമനോഹരമായ മുഖത്തോടുകൂടി ശക്തമായ കവചമണിഞ്ഞ് കയ്യിലൊരു വില്ലുമേന്തി വൈകർത്തനൻ കർണൻ നിൽക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ എല്ലാവരും സന്തോഷിക്കുകയല്ല ചെയ്തത്, ഭയപ്പെടുകയാണ് ചെയ്തത്. കാരണം ഭീമനും കർണനും കൂടെ ഏറ്റുമുട്ടാൻ പോവുക. എന്താ സംഭവിക്കാൻ പോണേ? ഉടനെ തന്നെ കർണൻ തൻ്റെ മുന്നിലോട്ട് വരുന്ന കണ്ട ഭീമസേനൻ 8 ദിക്കും മുഴക്കുന്നത് പോലെ അവിടെ നിന്നുകൊണ്ട് ഗർജിച്ചു. ആ ഗർജനം പോർവീര്യത്തോടു കൂടിയുള്ള ഗർജനമല്ലായിരുന്നു, അത് പൂർണ്ണമായും ക്രോധത്തോടു കൂടിയുള്ള ഗർജനമായിരുന്നു. ആ ഗർജനം കേട്ട് കൗരവപ്പടയിലുണ്ടായിരുന്ന യോദ്ധാക്കളുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ നിലത്ത് വീണു. അവർ പരിഭ്രമിച്ചു തുടങ്ങി. അങ്ങനെ ആ 2 യോദ്ധാക്കളും പരസ്പരം ഏറ്റുമുട്ടാൻ തുടങ്ങി. ഇവരുടെ പല റൗണ്ട് പോരാട്ടങ്ങളിലെ ആദ്യത്തെ റൗണ്ട് പോരാട്ടം, ഭീമസേനനും കർണനും തമ്മിലുള്ള പോരാട്ടം, ഭൃഗോദരനും വൈകർത്തനനും തമ്മിലുള്ള പോരാട്ടം, വായുപുത്രനും സൂര്യപുത്രനും തമ്മിലുള്ള പോരാട്ടം, അനുജനും ചേട്ടനും തമ്മിലുള്ള പോരാട്ടം. കാലത്തിൻ്റെ ഒരു കളിയെ അല്ലേ? അങ്ങനെ ഇവർക്കിടയിൽ ഒരു ഗംഭീരമായ പോരാട്ടം തിങ്ങി. ഭീമസേനൻ്റെ ദേഹത്ത് തറയ്ക്കുന്നത് പോലെ കർണൻ 20ഓളം അസ്ത്രങ്ങൾ ഭീമന് നേരെ അയച്ചു. അതുപോലെ തന്നെ ഭീമൻ്റെ സാരഥിയായ വിശോകനെയും കർണൻ തൻ്റെ അതിശക്തമായ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു. എന്നാൽ ഇത് കണ്ടുടനെ ഭീമസേനൻ അട്ടഹസിക്കുകയാണ് ചെയ്തത്. അട്ടഹസിച്ചിട്ട് 60ഓളം അസ്ത്രങ്ങൾ തിരിച്ച് കർണന് നേരെ അയച്ചു.
ശേഷം കർണൻ ഭീമസേനന് നേരെ 4 അസ്ത്രങ്ങൾ അയച്ചു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കൈവഴക്കമാണ് ഭീമസേനൻ അവിടെ കാണിച്ചത്. ഭീമസേനൻ ഉടനെ തന്നെ അസ്ത്രങ്ങൾ അയച്ച് കർണൻ അയച്ച 4 അസ്ത്രങ്ങളെ പല കഷ്ണങ്ങളായി വായുവിൽ വെച്ച് തന്നെ മുറിച്ചുമിട്ടു. ഇത് കണ്ടുടനെ തന്നെ കർണൻ ഭീമനെ പല രീതിക്ക് അസ്ത്രങ്ങൾ കൊണ്ട് പൊതിയാനൊരുങ്ങി. ഇതിനിടയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ടായി. ഭീമൻ്റെ രഥത്തിൽ നിന്ന് ഒരു അസ്ത്രം വന്ന് കർണൻ്റെ കയ്യിലെ വില്ലിലേക്ക് കയറി ഇറങ്ങിപ്പോയി. എല്ലാവരും നോക്കി നിൽക്കവേ വൈകർത്തനൻ കർണൻ്റെ വില്ല് മുറിഞ്ഞ് 2 കഷ്ണമായി. എന്നാൽ കർണൻ അത് മൈൻഡ് ചെയ്തില്ല. വില്ല് വലിച്ചെറിഞ്ഞിട്ടുടനെ തന്നെ അടുത്ത വില്ലെടുത്ത് ഞാട് ബന്ധിച്ച് ഭീമന് നേരെ വീണ്ടും അസ്ത്രങ്ങൾ തൂകിക്കൊണ്ടിരുന്നു. ഭീമൻ അതിന് മറുപടിയായി വീണ്ടും തിരിച്ചും അസ്ത്രങ്ങൾ അയച്ചു. എന്നാൽ ഈ ഒരു പോരാട്ടത്തിനിടയിൽ കർണൻ്റെ നെഞ്ച് ഭാഗത്തായിട്ട് ഭീമൻ അസ്ത്രമേത് കയറ്റി. അപ്പോൾ ഈ ഒരു പ്രഹരത്തിൽ കർണന് ചെറുതായിട്ടൊരു വേദനയുണ്ടായി. ഉടനെ തന്നെ കർണൻ ഭീമനെ ആക്രമിക്കാൻ ഒരുങ്ങിയ സമയത്ത് ഭീമൻ കർണൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വില്ലുണ്ടല്ലോ, ആ വില്ലിൻ്റെ ഞാണങ്ങ് മുറിച്ചു കളഞ്ഞു. മുറിച്ചു കളഞ്ഞുവെന്ന് മാത്രമല്ല, അടുത്ത നിമിഷം ഭീമൻ കർണൻ്റെ സാരഥിയെയും പരലോകത്തേക്ക് അയച്ചു. അടുത്ത നിമിഷം ഉടനെ തന്നെ മറ്റൊരു രഥം കർണൻ്റെ രഥത്തിന് മുന്നിലായിട്ട് വട്ടം വെച്ച് വലം കയറി നിന്നു. ഉടനെ തന്നെ ആ രഥത്തിൽ നിന്നൊരു കൈ കർണന് നേരെ പോയി. കർണൻ ആ കയ്യിൽ പിടിച്ചു. ആ രഥത്തിലേക്ക് വലിച്ചു കയറ്റി കർണനെ. ആരാണ്? കർണൻ്റെ മകനായിട്ടുള്ള വൃഷസേനനാണ് അവിടെ വന്നത്. വൃഷസേനൻ്റെ രഥത്തിൽ കയറി കർണനെ അവിടെ നിന്ന് വൃഷസേനൻ കൊണ്ടുപോയ സമയത്ത് ഭീമസേനൻ അവിടെ നിന്നുകൊണ്ട് ഗർജിച്ചു. ഇത് കേട്ട യുധിഷ്ഠിരൻ ഒരുപാട് സന്തോഷിച്ചു. കാരണം എന്താണ്? ഭീമൻ കർണനെ നേരിട്ട ഈ ഒരു കാഴ്ച അത് അത്രത്തോളം അത്ഭുതകരമായ ഒന്നായിട്ട് അവർക്ക് തോന്നി. അവർ ശംഖനാദം മുഴക്കി ഗർജിച്ചു. ഉടനെ തന്നെ കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി. അർജുനൻ ഗാന്ധീപത്തിൻ്റെ ധ്വനി കേൾപ്പിച്ചിട്ട് തൻ്റെ ദേവദത്തം എന്ന ശംഖുമെടുത്ത് മുഴക്കി. എന്നാൽ ഈ ശബ്ദങ്ങളെയെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് അവിടെ ഒരു യോദ്ധാവിൻ്റെ ഗർജനം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ആരുടെ? ഭീമൻ്റെ. ആ ശബ്ദങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഭീമൻ്റെ ഗർജനം മുഴങ്ങി കേട്ടു. ഈ സമയത്ത് വൃഷസേനൻ്റെ രഥത്തിൽ കർണന് മാത്രം അറിയാവുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ? കുന്തിക്ക് കൊടുത്ത വാക്കാലോചിച്ചിട്ട് കർണൻ മിതമായിട്ടാണ് ഭീമനുമായിട്ട് ഈ പോരാട്ടത്തിൽ പോരാടിയത്. അതായത് കർണൻ തൻ്റെ പൂർണ്ണ ശക്തി എടുത്ത് പോരാടുന്നതിന് പകരം ശക്തി കുറച്ചാണ് ഭീമനുമായി പോരാടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഭീമനോ ശക്തമായി തന്നെയാണ് കർണനുമായി നേരിട്ട് കൊണ്ടിരുന്നത്. ഈ ഒരു കാര്യം കർണന് മാത്രമേ അറിയാറുന്നുള്ളൂ. കർണൻ ഇത് മനസ്സിൽ വെച്ചിട്ട് വൃഷസേനൻ്റെ രഥത്തിൽ തന്നെ നിലയുറപ്പിച്ചിങ്ങനെ നിന്നു. അങ്ങനെ ദുര്യോധനൻ ദ്രോണരുടെ അടുത്തെത്തിയിട്ട് ദ്രോണരടുത്ത് തൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞു, ആചാര്യ അങ്ങേയും കടത്തി വെട്ടിക്കൊണ്ട് എങ്ങനെ ആ 3 പേര് കയറിപ്പോയി? എങ്ങനെ ഭീമസേനനും സാത്യകിയും അർജുനനുമെല്ലാം അങ്ങേയും കടത്തി വിട്ട് കയറിപ്പോയി? അത് അസംഭവ്യമായിട്ടുള്ള കാര്യമല്ലേ? എന്തായി സംഭവിക്കുന്നത്? നമ്മളിനി എന്താ ചെയ്യേണ്ടത്? സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ജയദ്രഥനെ സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞാലും എന്ന് ദ്രോണരോട് ദുര്യോധനൻ പറഞ്ഞു. അത് കേട്ടുടനെ ദ്രോണർ പറഞ്ഞു, ദുര്യോധന, ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. 3 പേരാണ് നമ്മളെ കടത്തിവെട്ടി ഉള്ളിലോട്ട് പോയേക്കുന്നത്. ആ 3 പേര് വ്യൂഹത്തിനുള്ളിൽ നിന്നുകൊണ്ട് പോരാടുകയാണ്. ഈ സമയത്ത് പാണ്ഡവപ്പട കൗരവപ്പടയെ 2 വശത്ത് നിന്നുകൊണ്ട് ആക്രമിക്കുന്നത്. ഈ സമയത്ത് ഞാൻ ഇവിടുന്ന് മാറി ഉള്ളി വന്നാൽ ഒട്ടും ശരിയാവത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ജയദ്രഥൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോ. എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആ 3 പേരെ ആക്രമിക്കുക. ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കാം. ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് എൻ്റെ മുന്നിൽ വരുന്ന അത്ര പേരെയും ഞാൻ ആക്രമിച്ച് ഇവിടെ നിയന്ത്രിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാനും കൂടെ ഇവിടെ നിന്ന് മാറിയ ശരിയാകത്തില്ല. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ദ്രോണർ ഈ പറഞ്ഞത് കേട്ട ഉടനെ തന്നെ ദുര്യോധനൻ തൻ്റെ രഥത്തിൽ ഉള്ളിലോട്ട് പോയി. ദുര്യോധനൻ്റെ കൂടെ ദുര്യോധനൻ്റെ പിൻഗാമികളും പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ദുര്യോധനൻ 2 പേരെ കണ്ടു. അർജുനൻ്റെ രഥചക്രങ്ങൾ സംരക്ഷിച്ചിരുന്ന പാഞ്ചാല യോദ്ധാക്കൾ 2 പേരുണ്ടായിരുന്നല്ലോ, പാഞ്ചാല രാജകുമാരന്മാർ, ഉത്തമൗജനും യുധാമന്യവും. അവരെ 2 പേരെയും കൃതവർമാവ് പരാജയപ്പെടുത്തി അവിടെ നിർത്തിയായിരുന്നു. അവരവിടെ അർജുനനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ രഥങ്ങളിൽ. അവരെ കണ്ടുടനെ ദുര്യോധനന് ദേഷ്യം അങ്ങോട്ട് കൂടിയിട്ട് വില്ലുയർത്തി അവരെ ആക്രമിക്കാനൊരുങ്ങി. അങ്ങനെ ക്രോധം വന്ന ദുര്യോധനൻ യുധാമന്യുവിൻ്റെ രഥം വലിക്കുന്ന കുതിരകളെ വധിച്ചു കളഞ്ഞു. അങ്ങനെ രഥം അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയ ഉടനെ തന്നെ യുധാമന്യു ആ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി തൻ്റെ സഹോദരനായ ഉത്തമൗജൻ്റെ രഥത്തിലേക്ക് കയറി. ഉത്തമൗജൻ്റെ രഥത്തിൽ നിന്നുകൊണ്ട് ദുര്യോധനനെ ആക്രമിച്ചു. ആ പോരാട്ടത്തിൽ ദുര്യോധനൻ്റെ കുതിരകളെ വധിച്ചു കളഞ്ഞു, വില്ലും മുറിച്ചു. ദേഷ്യം വന്ന ദുര്യോധനൻ ഉടനെ തന്നെ ആ വില്ല് വലിച്ചെറിഞ്ഞ് മുറിഞ്ഞ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കാപ്പുകളും വലിച്ചെറിഞ്ഞതിന് ശേഷം തൻ്റെ ഗത കയ്യിലെടുത്തു. എന്നിട്ട് രഥത്തുനിന്ന് ചാടി ഇറങ്ങിയിട്ട് ഓടിച്ചെന്ന് യുധാമന്യുവിൻ്റെയും ഉത്തമൗജൻ്റെയും രഥത്തിനിട്ട് ഒരൊറ്റയടി. ദുര്യോധനൻ ഗതയും പൊക്കി വരുന്ന ഈ ഒരു വരവ് കണ്ടുടനെ തന്നെ അവർ 2 പേരും അവരുടെ രഥത്തിൽ നിന്ന് ചാടി അങ്ങ് ഇറങ്ങിയായിരുന്നു. എന്നിട്ട് ദുര്യോധനൻ അവിടെ നിന്നുകൊണ്ട് ആ രഥത്തിനെ അടിച്ചങ്ങ് തകർത്തു, സാരഥിയെ വധിച്ചു, എന്നിട്ട് കുതിരകളെയും വധിച്ചു കളഞ്ഞു. അങ്ങനെ ക്രോധത്തോടുകൂടി പരിപാടി അവിടെ ചെയ്തുകൊണ്ടിരുന്ന ദുര്യോധനൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, രഥം പോലും ഇല്ല. ആ സമയത്ത് ഉടനെ തന്നെ ശല്യർ തൻ്റെ രഥത്തിൽ അവിടെ പാഞ്ഞു വന്നിട്ട്, ദുര്യോധന രാജാവേ, രഥത്തിനുള്ളിലേക്ക് കയറൂ എന്നും പറഞ്ഞ് വലിച്ചു കയറ്റി. അങ്ങനെ ദുര്യോധനൻ ശല്യരുടെ രഥത്തിലേക്ക് കയറി അവിടെ നിന്ന് മാറി. ഈ സമയത്ത്
ദുര്യോധനൻ്റെ ഈ ഒരു പ്രകടനത്തിൽ രഥം നഷ്ടപ്പെട്ടല്ലോ. ഇവർ രണ്ടുപേരും മറ്റൊരു രഥത്തിൽ കയറിയിട്ട് പോരാട്ടം തുടരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങി. ഈ സമയത്ത് വ്യൂഹത്തിനുള്ളിൽ നേരത്തെ കർണനെ ഒഴിവാക്കി വിട്ട ഭീമസേനന് അർജുനനെ ലക്ഷ്യമാക്കി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് വ്യൂഹത്തിനുള്ളിലേക്ക്. അങ്ങനെ ഭീമൻ അർജുനൻ്റെ രഥത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് ഭീമൻ്റെ രഥത്തിലേക്ക് കുറേ അസ്ത്രങ്ങൾ വന്നങ്ങ് തറച്ചിരുന്നു. ആ അസ്ത്രങ്ങൾ വന്ന ദിശയിലേക്ക് ഭീമൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വീണ്ടും കർണൻ ഭീമനെ ലക്ഷ്യമാക്കി വന്നേക്കുകയാണ്. അങ്ങനെ ഭീമനുമായിട്ട് പോരാടാൻ കർണൻ ഒന്ന് ചാലഞ്ച് ചെയ്തപ്പോഴത്തേക്കും ദേഷ്യം വന്ന ഭീമൻ ആ രഥം തിരിച്ചിട്ട് കർണനുമായി പോരാടി തുടങ്ങി. ഭീമസേനൻ ക്രോധത്തോടുകൂടി കർണനെ ക്ഷീണിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി കർണന് നേരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. ഭീമൻ്റെ മുഖത്ത് ക്രോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കർണനാകട്ടെ ഒരു ചിരിയോടുകൂടി ഭീമനെ കളിയാക്കുന്നത് പോലെയാണ് ഭീമനുമായി പോരാടിക്കൊണ്ടിരുന്നത്. ഇത് കണ്ടപ്പോൾ ഭീമന് സഹിക്കാവുന്നതിൻ്റെയും അങ്ങറ്റമായി. അങ്ങനെ ദേഷ്യത്തോടുകൂടി ഭീമൻ ഞാണ് ചെവിയോളം വലിച്ച് കർണന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രം കർണൻ്റെ പടച്ചട്ടയിലേക്ക് തറച്ചു. കർണൻ്റെ സാരഥിയെയും കുതിരകളെയും ഭീമസേനൻ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു. എന്നാൽ അടുത്ത ക്ഷണം കർണൻ ഭീമസേനനെ തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടാനിഴങ്ങി. ആ അസ്ത്രങ്ങളുടെ പ്രഭാവത്തിൽ ഭീമൻ്റെ കുതിരകളെയും രഥത്തെയും ഭീമനെയും ആ അസ്ത്രങ്ങൾ പൊതിയുന്നത് പോലെയായിരുന്നു. ഇതിന് മറുപടിയായി ഭീമൻ അസ്ത്രങ്ങൾ അയച്ച സമയത്ത് ഭീമൻ്റെ ദേഹം പിളർക്കുന്നത് പോലെ കർണൻ വീണ്ടും അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ ഭീമൻ്റെ കയ്യിലേക്ക് വന്ന് തറച്ചു കയറി, ദേഹത്ത് തറച്ചു. എന്നാൽ ആ അസ്ത്രങ്ങൾ തറച്ചിരുന്നിട്ട് പോലും ഭീമൻ അല്പം പോലും വേദനയില്ലായിരുന്നു. ഭീമൻ അത് വെച്ചുകൊണ്ട് ധീരമായി പോരാടിയിട്ട് കർണന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഭീമനയക്ക് അസ്ത്രങ്ങൾ കർണൻ്റെ ദേഹത്ത് തുളച്ചപ്പോഴാകട്ടെ കർണനും ആ അസ്ത്രങ്ങളെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഇവർ പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ ഏറ്റുമുട്ടലിലും കർണൻ മൈൽഡായിട്ടാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ശക്തി കുറച്ചാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്, കുന്തിക്ക് കൊടുത്ത വാക്കാലോചിച്ചിട്ട്. എന്നാൽ ഭീമസേനനാകട്ടെ താൻ അനുഭവിച്ച ദുഃഖങ്ങളും കാര്യങ്ങളും എല്ലാം ആലോചിച്ച് ക്രോധത്തോടു കൂടിയാണ് ഭീമസേനൻ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ പോരാട്ടം അങ്ങനെ മുറുകി പൊക്കൊണ്ടിരുന്നു. അങ്ങനെ ഇവർ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ശരവർഷം നടത്തുന്നു. ശരവർഷം എന്ന് പറയുമ്പോൾ ഭീമസേനൻ കർണനെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിക്കുന്നു. ആ അസ്ത്രങ്ങളെ കർണൻ മുറിച്ചിടുന്നു. കർണൻ ഭീമനെ പ്രഹരിക്കുവാനായി എല്ലാ ദിശകളിലേക്കും അസ്ത്രം അയക്കുന്നു. ആ അസ്ത്രങ്ങൾ ഭീമനെ സ്പർശിക്കുന്നതിന് മുൻപ് തന്നെ ഭീമൻ അസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചിടുന്നു. അങ്ങനെ ഈ പോരാട്ടം അങ്ങനെ മുറുകി പൊക്കൊണ്ടിരുന്ന സമയത്ത് കർണൻ വീണ്ടും ഭീമസേനന് നേരെ ഒരു ശരവർഷം അയച്ചു. ആ അസ്ത്രം ഭീമസേനൻ്റെ ദേഹത്ത് തറച്ചപ്പോൾ ഭീമസേനൻ്റെ ദേഹം ഒരുമാതിരി മുള്ളം പന്നിയെ പോലെ ഇരുന്നു എന്നാണ് പറഞ്ഞത്, അസ്ത്രങ്ങൾ കൊണ്ടിട്ടെ. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഭീമസേനൻ കർണനുമായി പോരാടിക്കൊണ്ടിരുന്നു. എന്നിട്ട് കർണന് നേരെ 64 അസ്ത്രങ്ങൾ അയച്ചു. എന്നിട്ട് വീണ്ടും അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് കർണൻ്റെ മർമ്മം പുലർന്നു. ആ അസ്ത്രങ്ങൾ കർണൻ്റെ ദേഹത്ത് തറച്ചിരുന്നപ്പോൾ അതിമനോഹരമായി തോന്നിയെന്ന് പറയുന്നു. എന്നിരുന്നാൽ പോലും അടുത്ത ക്ഷണം തന്നെ ഭീമസേനൻ അസ്ത്രം അയച്ചുകൊണ്ട് കർണൻ്റെ വില്ലു മുറിച്ചു, കുതിരകളെയും വധിച്ചു കളഞ്ഞു. എന്നിട്ട് രഥം നഷ്ടപ്പെട്ട കർണൻ ആ രഥത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു രഥത്തിലേക്ക് കയറിയെന്നാണ് പറയുന്നത്. ആ രഥത്തിൽ കയറിയതിനു ശേഷം വീണ്ടും ഭീമനുമായി പോരാടാൻ കർണൻ ചെന്നു. ഭീമൻ ആ പോരാട്ടത്തിന് സജ്ജമായി നിന്നു. എന്നാൽ ഇപ്രാവശ്യം കർണൻ്റെ മുഖം ചുറ്റിനുമുണ്ടായിരുന്ന ധൃതരാഷ്ട്രപുത്രന്മാർ ശ്രദ്ധിച്ചു. നേരത്തെ മുഖമല്ല, കർണൻ ഇപ്പോൾ ക്രോധം കൂടി. കർണൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടിട്ട്, ആ ദേഷ്യം കൂടി നിൽക്കുന്ന കണ്ടിട്ട് ധൃതരാഷ്ട്രപുത്രന്മാർ വിചാരിച്ചു ഭീമൻ്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായി എന്നവർ വിചാരിച്ചു. അത്രത്തോളം ദേഷ്യം കർണൻ്റെ മുഖത്ത്. കർണനും ഭീമനും അവരവരുടെ രഥങ്ങളിൽ നിന്നുകൊണ്ട് പരസ്പരം ഇങ്ങനെ നോക്കുന്നു. ഇപ്പം രണ്ടുപേരുടെയും മുഖത്ത് ഒരൊറ്റ വികാരം മാത്രമേ ഉള്ളൂ, ക്രോധം. ദേഷ്യത്തിൻ്റെ അങ്ങേയറ്റം രണ്ടുപേരുടെയും മുഖത്ത്. രണ്ടുപേരുടെ മനസ്സിലും ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, പരസ്പരം വധിക്കുക. കർണന് ഭീമനെ വധിക്കണമെന്നും ഭീമന് കർണനെ വധിക്കണമെന്നുമുള്ളൊരു ചിന്തയായി. അങ്ങനെ അതിഭയാനകമായിട്ടുള്ളൊരു പോരാട്ടം, ശരിക്കും ഭയാനകമായിട്ടുള്ളൊരു പോരാട്ടം അവർക്കിടയിൽ തുടങ്ങുന്നത് ഇപ്പോഴാണ്. അങ്ങനെ പരസ്പരം ഇവർ അസ്ത്രങ്ങൾ കൊണ്ട് ആക്രമിച്ചു തുടങ്ങി. അസ്ത്രങ്ങൾ കൊണ്ട് ആക്രമിച്ചു തുടങ്ങിയ ആ സമയത്തൊക്കെ ഭീമൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, അന്ന് ആ പകിട കളിച്ച സഭയിൽ വെച്ച് കർണൻ്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകൾ, ദ്രൗപദിയെ കർണൻ അപമാനിച്ച കാര്യങ്ങൾ, അതുപോലെ അവർക്ക് ഉണ്ടായ ബുദ്ധിമുട്ട്, അതിനുശേഷം വനവാസത്തിലുണ്ടായ കഷ്ടപ്പാടുകൾ, വിരാടത്തിൽ വെച്ചുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഭീമസേനൻ ഇങ്ങനെ ആലോചിച്ച് അതിഭയാനകമായി കർണനുമായി പോരാടുകയാണ്. കർണൻ്റെ മുഖത്തും ക്രോധം മാത്രം. അങ്ങനെ കർണൻ ഭീമനുമായിട്ട് പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് ഭീമൻ കർണന് നേരെ ശരവർഷം നടത്തിയപ്പോൾ കർണൻ ചിരിച്ചു. അട്ടഹസിച്ചതിന് ശേഷം കർണൻ എത്ര അസ്ത്രങ്ങൾ ഭീമൻ അയച്ചോ അത്രയും അസ്ത്രങ്ങൾ തന്നെ തിരിച്ചയച്ച് ഭീമനയക്ക് അസ്ത്രങ്ങളെല്ലാം മുറിച്ച് നിലത്തിട്ടിട്ട് ഭീമനെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചിട്ട് വീണ്ടും കുറച്ച് അസ്ത്രങ്ങൾ ഭീമനെ നേരെ അയച്ചു. എന്നാൽ ഭീമൻ വായുമാർഗം വെച്ച് തന്നെ ആ അസ്ത്രങ്ങളെ മുറിച്ച് നിലത്തിടുകയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരും രണ്ടും മതയാനകളെപ്പോലെ ഇങ്ങനെ പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് കർണൻ തൻ്റെ ശക്തമായ കൈകൾ കൊണ്ട് ഒരു ശംഖെടുക്കുന്നു. ശംഖെടുത്തിട്ട് അതിശക്തമായി കർണൻ ഒരു ശംഖനാദം പുറപ്പെടുവിച്ചു. ആ ശംഖനാദം പുറപ്പെടുവിച്ച സമയത്ത് ഭീമനെ പിന്തുടർന്ന് വന്ന സൈന്യത്തിലൊരു ഇളക്കം തട്ടിയെന്നാണ് പറഞ്ഞേ. കർണൻ്റെ ഈ ശംഖനാദം കേട്ട് അവരൊന്നും ഭയന്നു. എങ്ങനെയാണോ കാറ്റ് കാരണം കടലിൽ തിരമാല ഉണ്ടാകുന്നത്, അതുപോലെ
ഭീമനെ പിന്തുടർന്ന് വന്ന ആ സേനയിൽ ഒരു ഒരു അനക്കം തട്ടി. ആ ഒരു അനക്കം തട്ടി അവരൊന്ന് പരിഭ്രമിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഭീമന് ദേഷ്യം വന്നിട്ട് കർണനെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിക്കാനിറങ്ങി. ഇതിൽ കർണൻ്റെ രഥം വലിക്കുന്നത് വെളുത്ത നിറത്തിലുള്ള കുതിരകളാണ്, ഭീമൻ്റെ രഥം വലിക്കുന്നത് കരടിയുടെ നിറത്തിലുള്ള കുതിരകളാണ്. ഈ രണ്ട് കുതിരകളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇടിച്ചു കയറി അത്രയും അടുത്ത് ഇവർ പോരാടി തുടങ്ങി. ഈ പോരാട്ടം അങ്ങനെ മുറുകെ കൊണ്ടിരുന്നപ്പോഴത്തേക്കും പരസ്പരം ഒരൊറ്റ ചിന്ത മാത്രം, തീർക്കണം, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തീർക്കണമെന്ന് പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ പരസ്പരം അസ്ത്രം പ്രയോഗിക്കുന്നതിനനുസരിച്ച് കർണനും ഭീമനും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന അസ്ത്രങ്ങളിൽ ചുറ്റിനുമുള്ള ആളുകളും അസ്ത്രം കൊണ്ട് വീഴുകയാണ്. അങ്ങനെ കൃഷ്ണാർജുനന്മാരിത് കണ്ടു നിന്നിട്ട് ഭീമൻ ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കർണനുമായിട്ടാണല്ലോ ഭീമൻ പോരാടുന്നത്, എന്ത് സംഭവിക്കും എന്നറിയാൻ വയ്യാതെ അവരുടെ രണ്ടുപേരുടെ മനസ്സിലും ചിന്തകളുണ്ടാകുന്നു. പക്ഷെ ഭീമനും കർണനും ചുറ്റിനുമുള്ള ആളുകളെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എന്തോ കാളക്കൂറ്റന്മാർ പരസ്പരം അങ്ങോട്ടേക്ക് വന്ന് കൊമ്പുകൊണ്ട് കൂർക്കുന്നത് പോലെയായിരുന്നു അവരുടെ ഒരു പോരാട്ടം. രണ്ടുപേരുടെ മനസ്സിലും ഒരൊറ്റ ചിന്ത മാത്രം, പരസ്പരം വധിക്കുക എന്നൊരൊറ്റ ചിന്ത മാത്രമാണുള്ളത്. ഈ പോരാട്ടം ഇവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടത്തിക്കൊണ്ടിരുന്ന ആ സമയത്ത് കർണൻ ഒരസ്ത്രമെടുത്ത് ഭീമൻ്റെ നേരെ വലിച്ചങ്ങ് വിട്ടു. ആ അസ്ത്രം ഭീമൻ്റെ ദേഹത്ത് വന്ന് തറച്ച് ഭീമനൊന്ന് പിറക്കോട്ട് പോയി. ഇതിൽ ദേഷ്യം വന്ന ഭീമൻ ആ അസ്ത്രം ഊരി കളഞ്ഞിട്ട് വില്ലുയർത്തി വീണ്ടും 3 അസ്ത്രങ്ങൾ അയച്ചു. ആ 3 അസ്ത്രങ്ങൾ പോയി കർണൻ്റെ വില്ലൊന്ന് മുറിച്ചു കളഞ്ഞു. കർണൻ ക്ഷണനേരം പോലും ചിന്തിക്കാതെ കയ്യിലുണ്ടായിരുന്ന മുറിഞ്ഞ വില്ല് വലിച്ചെറിഞ്ഞിട്ട് ഒരു വേല് കയ്യിലെടുത്ത് വലിച്ചു ഒരൊറ്റ ഏറായിരുന്നു ഭീമന് നേരെ ഈ വേല് കർണൻ അയച്ചപ്പോഴത്തേക്കും ഇന്ദ്രൻ വജ്രായുധം അയച്ചതുപോലെ ആ വേലിങ്ങനെ പൊങ്ങിയതും കർണൻ അവിടെ നിന്നുകൊണ്ട് ഒരുമാതിരി ക്രോധം നിറഞ്ഞ ഒരു അലർച്ചയെ അലറി. കർണൻ്റെ ആ ഒരു അലർച്ച ചുറ്റിനുമുള്ള ആളുകൾ കാണുകയാണ്. എന്നാൽ ഭീമൻ ഈ വേല് ഭീമന് നേരെ വരുന്നത് കണ്ടുടനെ ഭീമൻ വില്ലുയർത്തി അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ആകാശമാർഗം തന്നെ ഒരുമാതിരി പാമ്പ് പടമുരിച്ച് കളയുന്നത് പോലെ ആ ഒരു വേലിനെ അസ്ത്രങ്ങൾ അയച്ച് പല കഷ്ണങ്ങളായിട്ട് പൊടിച്ചങ്ങ് ഭീമൻ കളഞ്ഞു. എന്നിട്ട് കർണന് നേരെ, കർണൻ്റെ ജീവൻ എടുക്കണമെന്നൊരൊറ്റ ചിന്തയോടുകൂടി കർണന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഈ അസ്ത്രങ്ങൾ വരുന്നത് കണ്ട ഉടനെ കർണൻ വില്ലെടുത്തിട്ട് അസ്ത്രങ്ങൾ അയച്ച് ആ അസ്ത്രങ്ങൾ മുറിച്ച് നിലത്തിട്ടതിന് ശേഷം ഭീമന് നേരെ അസ്ത്രങ്ങൾ അയക്കാനൊരുങ്ങി. ഇങ്ങനെ ഇവരുടെ പോരാട്ടം വീണ്ടും മുറുകിയ ഒരു സമയത്ത് ഭീമൻ നേരത്തെ കർണനുമായി പോരാടിയ സമയത്ത് കർണൻ്റെ സാരഥിയെ അമ്പെയ്ത് നിലത്ത് വീഴ്ത്തിയായിരുന്നു കേട്ടോ. ആദ്യം വില്ല് മുറിച്ച സമയത്ത് വീണ്ടും ഭീമൻ കർണൻ്റെ കയ്യിലെ വില്ല് മുറിച്ചു. ഈ വില്ല് മുറിച്ച ആ ഒരു ഗ്യാപ്പിൽ ഭീമസേനൻ വീണ്ടും ഈ കുതിരകളെ അങ്ങ് വധിച്ചു കളഞ്ഞു. എന്നിട്ട് ഭീമൻ ഇങ്ങനെ ക്രോധത്തിൽ ഇങ്ങനെ രഥത്തിലൊക്കെ ഇങ്ങനെ ചവിട്ടിയൊക്കെ നിൽക്കുന്ന കണ്ട ആ ഒരു കാഴ്ചയിൽ ഉടനെ തന്നെ ദുര്യോധനൻ തൻ്റെ സഹോദരനായ ദുർജയനെ വിളിച്ചിട്ട് പറഞ്ഞു, ദുർജയ, രാധേയൻ അല്പം ബുദ്ധിമുട്ടിലാണ്, പെട്ടെന്ന് ചെന്ന് അവനെ സഹായിക്കേ, രാധേയൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കേട്ടുടനെ തന്നെ ദുർജയൻ തൻ്റെ രഥത്തിൽ ഇങ്ങനെ പാഞ്ഞു വന്ന് ഭീമന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഭീമൻ്റെ ദേഹത്തേക്കും രഥത്തിലേക്കും അസ്ത്രങ്ങൾ വരുന്നത് കണ്ടപ്പോൾ അതാരടാ എന്ന ദേഷ്യത്തോടുകൂടി ഭീമൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് കൗരവ രാജകുമാരനായിട്ടുള്ള ദുർജയൻ. 10 എണ്ണത്തിനെ ഓൾറെഡി തീർത്തു, 11ാമത്തെ എണ്ണം വരുന്നു. ദുർജയൻ ഭീമനെ മാത്രമല്ല അസ്ത്രമേതത്, ദുർജയൻ ഭീമനെയും ഭീമൻ്റെ സാരഥിയെയും കൊടിയെയും എല്ലാം അസ്ത്രങ്ങൾ കൊണ്ട് എയ്തു. ഭീമന് ക്രോധം വന്നിട്ട് ദുർജയന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ ദുർജയൻ്റെ മർമ്മം പുലർന്നു. കുതിരകളെ വധിച്ചു, സാരഥിയെ വധിച്ചു. അടുത്ത 2-3 അസ്ത്രങ്ങളും കൂടെ വന്ന് ദുർജയൻ്റെ ജീവനെടുക്കുകയും ചെയ്തു. അങ്ങനെ ചലനമറ്റ ദുർജയൻ്റെ ശരീരം നിലത്ത് വീണത് കണ്ട ഉടനെ കർണൻ്റെ കണ്ണു നിറഞ്ഞുപോയി. ഭീമൻ അവനെ വധിച്ച് നിലത്തിട്ടല്ലോ എന്ന വിഷമത്തിൻ്റെ പുറത്ത് കർണൻ്റെ കണ്ണു നിറഞ്ഞ കർണൻ ഈ ഒരു ദുർജയന് ചുറ്റുമൊന്ന് വലം വെച്ചതിന് ശേഷം മറ്റൊരു രഥത്തിലേക്ക് കയറിയെന്നാണ് പറയുന്നത്. എന്നാൽ ആ നിമിഷം പോലും കർണൻ ഭീമനെ ഒഴിവാക്കി അവിടെ നിന്ന് പോയില്ല. ഭീമനുമായിട്ട് കർണൻ പോരാടിക്കൊണ്ടിരുന്നു. ചുറ്റിനുമുള്ള ആളുകൾ നോക്കുമ്പോൾ രണ്ടുപേരും അലറുന്നു, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അലറുന്നു. രണ്ടുപേരെ ചെവിയോളം ഞാണിങ്ങനെ വലിച്ചു പിടിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അസ്ത്രം അയക്കുന്നു. അസ്ത്രങ്ങൾ രണ്ടുപേരുടെ ദേഹത്തോട്ടും കയറുന്നുണ്ട്. ഇവർ നോക്കി നിൽക്കവേ കർണൻ അയക്കുന്ന അസ്ത്രങ്ങൾ ഭീമസേനൻ്റെ ചട്ടയുടെ നെഞ്ചു ഭാഗത്ത് വരുന്നു. ഭീമൻ അത് തട്ടിക്കളഞ്ഞിട്ട് കർണന് നേരെ അസ്ത്രങ്ങൾ അയക്കുന്നു. ആ അസ്ത്രങ്ങൾ കർണൻ്റെ ചട്ടയിൽ തട്ടുന്നു. കർണൻ അത് തട്ടിക്കളയുന്നു. എന്നിട്ട് ഭീമൻ്റെ കൊടിയിലേക്ക് കർണൻ അസ്ത്രം ഇതങ്ങ് കയറ്റി. ഇത് കണ്ടപ്പോഴത്തേക്കും ഭീമന് ദേഷ്യം വന്നിട്ട് കർണന് നേരെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു. കുറേ അസ്ത്രങ്ങൾ കർണൻ്റെ ദേഹത്ത് തറച്ചു. ഇതിൽ ക്രോധം കൊണ്ടിട്ടുള്ള കർണൻ തൻ്റെ രഥത്തിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിരുന്ന അതിശക്തമായിട്ടുള്ളൊരു അസ്ത്രമെടുത്തു. എന്തും പിളർക്കാൻ കഴിയുന്ന ഒരു അസ്ത്രമെടുത്തിട്ട് ഭീമന് നേരെ അയച്ചു. ആ അസ്ത്രം ഭീമൻ്റെ കയ്യിലേക്ക് തുളച്ചു കയറി പുറത്തേക്ക് പോയിട്ട് ഭൂമിയിൽ പോയി തറച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അത്ര ഊക്കോടുകൂടിയാണ് ആ ഒരു അസ്ത്രം വന്നത്, അത്രയും ശക്തമായിട്ടുള്ള ഒരസ്ത്രം. ഇതിൽ ദേഷ്യം വന്ന ഭീമസേനൻ അസ്ത്രം കൊണ്ട് പ്രഹരിക്കുന്നതിന് പകരമായിട്ട് തൻ്റെ രഥത്തിൽ നിന്നൊരു ഗദ എടുത്തു. ആ ഗദ എന്ന് പറയുമ്പോൾ അസാമാന്യമായൊരു ഗദയായിരുന്നു. പൂർണ്ണമായും ലോഹം കൊണ്ടുണ്ടാക്കിയ ആ ഗദയുടെ തല ഹെക്സഗൺ ഷേപ്പിലായിരുന്നു. എന്നിട്ട് അസാമാന്യ നീളവുമുള്ളൊരു ഗദ. ആ ഗദ ചുഴറ്റി ഭീമൻ കർണൻ്റെ രഥത്തിന് നേരെ എറിഞ്ഞു. ആ ഗദ വന്നിട്ട് കർണൻ്റെ കുതിരകളെ
അങ്ങില്ലാതാക്കി കളഞ്ഞു. എന്നിട്ട് കൂർത്ത ശരമയച്ചുകൊണ്ട് ഭീമസേനൻ കർണൻ്റെ സാരഥിയെയും പരലോകത്തേക്ക് അയച്ചു. അങ്ങനെ ഒരു ഫങ്ഷണൽ അല്ലാത്ത രഥത്തിൽ നിന്ന സമയത്ത് കർണൻ്റെ നെഞ്ച് ചെറുതായിട്ടൊന്ന് പിടച്ചു, ചെറുതായിട്ടൊരു പരിഭ്രമം വന്നു. എന്നിരുന്നാൽ പോലും അസാമാന്യമായിട്ടുള്ള കർണൻ്റെ ധീരത അവിടെ കർണൻ കാഴ്ചവെച്ചു. നേരെ ഫങ്ഷൻ ചെയ്യാത്തൊരു രഥത്തിൽ നിന്നുകൊണ്ട് കർണൻ തൻ്റെ ശത്രു വഹിക്കുന്ന അസ്ത്രങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നു, അതിനെ പ്രഹരിച്ചു കൊണ്ടുവരുന്നു. ഈ സമയത്ത് ദുര്യോധനൻ ഉടനെ തന്നെ തൻ്റെ മറ്റ് സഹോദരനായിട്ടുള്ള ദുർമുഖനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ദുർമുഖ, രാധേയൻ അവിടെ നിന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് പോയി രാധേയനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഉടനെ തന്നെ ദുർമുഖൻ തൻ്റെ രഥത്തിൽ പാഞ്ഞു വന്ന് ഭീമനെ അസ്ത്രങ്ങൾ കൊണ്ട് ആക്രമിച്ച് അവിടെ തടഞ്ഞു നിർത്തി. അപ്പോൾ ഈ ദുർമുഖൻ ഈ വരുന്ന വരവ് കണ്ടുടനെ ഭീമൻ ഒരുമാതിരി ഈ ചെന്നായ തൻ്റെ ഇരയെ കാണുമ്പോൾ നാക്കിങ്ങനെ കൊണ്ടിങ്ങനെ നക്കത്തില്ലേ, അതുപോലൊരു വല്ലാത്തൊരു പോർവെറിയിൽ ഇങ്ങനെ നോക്കി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചിരിച്ചതിന് ശേഷം കർണന് നേരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ദുർജയൻ്റെ രഥത്തിൻ്റെ അടുത്തേക്ക് ഭീമൻ്റെ രഥം കൊണ്ടുപോയി. എന്നിട്ട് കർണന് നേരെ അസ്ത്രങ്ങൾ അയച്ചതിന് ശേഷം ദുർജയന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ കൊണ്ട് ഏകദേശം 9 അസ്ത്രങ്ങൾ കൊണ്ട് ദുർജയനെയും ഭീമസേനൻ വധിച്ചു. 12 പേരായെന്ന് തോന്നുന്നു. ഇത് കണ്ടുടനെ തന്നെ കർണൻ്റെ കണ്ണ് നിറഞ്ഞു. കർണൻ ദുർമുഖനെ ഒന്ന് വലത്ത് വെച്ചു. എന്നിട്ട് നീ എന്ത് ചെയ്യാം എന്നിങ്ങനെ ചിന്തിച്ച ഗ്യാപ്പിൽ ഭീമൻ കർണന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾക്ക് മറുപടിയായിട്ട് ഭീമന് നേരെ കർണൻ അയച്ച അസ്ത്രങ്ങൾ ഭീമസേനൻ്റെ ഇടത്തെ കൈയിലൂടെ തുളച്ചു കയറിപ്പോയെന്നാണ് പറഞ്ഞത്. ഭീമൻ്റെ മർമ്മം പിളർക്കുന്നത് പോലെ തന്നെ കർണൻ അങ്ങോട്ടേക്ക് അസ്ത്രങ്ങൾ അയച്ചു. ഈ സമയത്ത് ഭീമൻ്റെ ദേഹത്ത് നിന്ന് കുറച്ച് ചോര നഷ്ടപ്പെട്ടുവെങ്കിലും ഭീമൻ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് കർണനെ പിളർന്നു. 3 അസ്ത്രങ്ങൾ കർണൻ്റെ ദേഹം പിളർന്നു. സാരഥിയെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്ത് കർണൻ ശരിക്കും പരിഭ്രമിച്ച കർണൻ ഈ പോരാട്ടം മതിയാക്കിയിട്ട് ആ ഒരു യുദ്ധത്തിൽ നിന്ന് ഓടിയെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് പുറക്കോട്ട് ഓടിയെന്നാണ് പറഞ്ഞത്. അതായത് ഫ്ലഡ് ഓൺ ഹിസ് സ്വിഫ്റ്റ് ഹോഴ്സസ്. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഓടി, അവിടെ നിന്ന് ഓടി. അപ്പോൾ കർണനെ ഭീമൻ പരാജയപ്പെടുത്തിയത് കണ്ടിട്ട് ദേഷ്യം വന്ന ധൃതരാഷ്ട്രപുത്രന്മാരായിട്ടുള്ള ദുർമർശനൻ, ദുർധരൻ, ദുസ്സഹൻ, ദുർജയൻ, ജയൻ എന്ന് പറയുന്ന 5 കൗരവ രാജകുമാരന്മാർ വന്നിട്ട് ഭീമനെ വളഞ്ഞ് ആക്രമിക്കാനായി ഒരുങ്ങി. ഇവർ വന്നത് കണ്ടപ്പോഴത്തേക്കും ഭീമൻ ചിരിച്ചുകൊണ്ട്, എന്താണ് പൈശാചികമായ ഒരു ചിരിയോടുകൂടി ഇവരെങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 5 കൗരവന്മാരെ കൂടെ മുമ്പ് കിട്ടിയല്ലോ. ഈ സമയത്ത് കർണൻ ഭീമൻ്റെ മുന്നിൽ ഈ 5 പേര് വന്ന് നിൽക്കുന്ന കണ്ടുടനെ തന്നെ അവരെ സംരക്ഷിക്കാനായിട്ട് പാഞ്ഞെത്തി. അവിടെ കർണൻ ഭീമനെ ആക്രമിച്ചുകൊണ്ടാണ് വന്നത്. കർണൻ വരുന്നത് കണ്ടുടനെ തന്നെ കൗരവർ ഭീമനെ അല്ല കർണനെ ചുറ്റി നിന്നു. പക്ഷേ ഭീമൻ തൻ്റെ ബലിഷ്ഠമായിട്ടുള്ള ആ വില്ലുയർത്തിക്കൊണ്ട് കർണൻ്റെ മുന്നിലിട്ട് ആ 5 പേരെയും തീർത്ത് കളഞ്ഞു. ആ 5 കൗരവ രാജകുമാരന്മാരെയും ഭീമൻ വധിച്ചു. അങ്ങനെ ഭീമസേനൻ വീണ്ടും കൗരവ രാജകുമാരന്മാരെ വധിച്ചത് കണ്ടിട്ട് കർണൻ്റെ ആ ഒരു ക്രോധം അത് അധികരിച്ച് മറ്റൊരു തലത്തിലേക്ക് അങ്ങ് പോയി. അങ്ങനെ നല്ല ദേഷ്യത്തോടുകൂടി കർണൻ ഭീമനെ ആക്രമിക്കാൻ തുടങ്ങി. എണ്ണമറ്റ ശരങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായും കൂട്ടമായും എല്ലാം അമാനുഷികമായിട്ടുള്ള രീതിക്ക് കർണൻ ഭീമന് നേരെ അയച്ചു. എന്നാൽ ഭീമൻ ഈ അസ്ത്രങ്ങളൊക്കെ കണ്ട് അട്ടഹസിച്ചതിന് ശേഷം തിരിച്ചങ്ങോട്ട് അതേപോലെ അസ്ത്രങ്ങൾ അയക്കാനിറങ്ങി. ഈ അസ്ത്രങ്ങൾ അയച്ച് കർണനെ പ്രഹരിക്കുന്നതിനിടയിൽ വിരിഞ്ഞ തലയുള്ള ഒരു അസ്ത്രം അയച്ചുകൊണ്ട് കർണൻ്റെ വില്ലു മുറിച്ചു കളഞ്ഞത് മാത്രമല്ല കർണൻ്റെ സാരഥിയെയും കുതിരകളെയും വധിച്ചു കളഞ്ഞു. എന്നാൽ അപ്പോഴും കർണൻ ഭയന്നില്ല. കർണൻ ഉടനെ തന്നെ മറ്റൊരു വില്ലെടുത്ത് ഭീമനെ വീണ്ടും ആക്രമിക്കാനിറങ്ങി. അങ്ങനെ ഈ ഒരു ആക്രമണം നടന്നുകൊണ്ടിരുന്ന സമയത്തും ഭീമസേനൻ കർണൻ്റെ കുതിരകളെയും സാരഥിയും വധിച്ചതിന് ശേഷം ഒരസ്ത്രം അയച്ച് ആ വില്ലങ്ങ് മുറിച്ചു കളഞ്ഞു. ഭീമൻ അയച്ച അസ്ത്രം കർണൻ്റെ വില്ലിൽ കൂടെ കയറി ഇറങ്ങിപ്പോയി ആ വില്ല് നിലത്ത് വീണപ്പോൾ വല്ലാത്തൊരു ശബ്ദമുണ്ടായെന്നാണ് പറഞ്ഞത്. ഉടനെ തന്നെ നിശ്ചലമായ ആ രഥത്തിൽ നിന്ന് കർണൻ പുതിയൊരു വില്ലും കയ്യിലെടുത്ത് മറ്റേ കയ്യിലൊരു ഗദയും എടുത്തു. ആ ഗദ ചുഴറ്റി ഭീമന് നേരെ എറിഞ്ഞിട്ട് കർണൻ തൻ്റെ രഥത്തിൽ നിന്ന് നിലത്തേക്കിറങ്ങി. ആ ഗദ ഭീമന് നേരെ വരുന്നതിനനുസരിച്ച് ഭീമൻ അസ്ത്രങ്ങൾ അയച്ച് ആ ഗദ തകർത്തങ്ങിട്ടു. ഈ സമയത്ത് കർണൻ ഭീമന് നേരെ എണ്ണമറ്റ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ഭീമൻ്റെ പടച്ചട്ട തകർത്തങ്ങ് വിട്ടു. ഇപ്പോൾ ഭീമന് പടച്ചട്ടയില്ല. അങ്ങനെ ചട്ട ഭീമൻ്റെ ദേഹത്തുനിന്നും തകർന്നു വീണു. ഇപ്പോൾ ചട്ട ഇല്ലാണ്ടാണ് ഭീമൻ നിൽക്കുന്നത്. എന്നിട്ട് ഭീമന് നേരെ മൂർച്ചയേറിയ ക്ഷുദ്രകം എന്ന് പറയുന്ന അസ്ത്രങ്ങൾ കർണൻ അയച്ചു. ഈ സമയത്ത് ഭീമന് ദേഷ്യം കൂടിയിട്ട് ഭീമൻ കർണന് നേരെ കുറച്ച് അസ്ത്രങ്ങളായി നയിച്ചു. ആ അസ്ത്രങ്ങൾ കർണൻ്റെ വലത്തേ കൈ തുളച്ചു കയറി പുറത്തേക്ക് പോയെന്നാണ് പറഞ്ഞത്. അങ്ങനെ കർണൻ നിലത്ത് നിന്ന് ഭീമനുമായിട്ട് ഈ പോരാടുന്നത് കണ്ടപ്പോഴത്തേക്കും ഉടനെ തന്നെ ദുര്യോധനൻ തൻ്റെ 8 സഹോദരന്മാരെ വിളിച്ചിട്ട് കർണൻ പരിഭ്രമിച്ച് നിൽക്കുകയാണ്, പോരാടിക്കൊണ്ട് നിൽക്കുകയാണ്, പെട്ടെന്ന് അവനെ സഹായിക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞു. ഈ 8 കൗരവ രാജകുമാരന്മാർ പാഞ്ഞ ഭീമൻ്റെ അടുത്തെത്തി. ഇവർ ഭീമനെ ചുറ്റിയത് മാത്രമേ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ആ 8 കൗരവ രാജകുമാരന്മാരുടെ കൊടിയും കുടയും സാരഥിയും കുതിരകളും നിലവിളിച്ചുകൊണ്ട് വീഴുന്നു. അടുത്ത നിമിഷം ആ 8 കൗരവ രാജകുമാരന്മാരെയും പകുതി മനുഷ്യനും പകുതി പിശാചും പോലെ നിന്ന് പോരാടുന്ന ആ ഒരു ഭീമൻ ആ 8 കൗരവ രാജകുമാരന്മാരെ കൂടെ വധിച്ചു കഴിക്കും. ഇതൂടെ ആയപ്പോഴത്തേക്കും ചുറ്റിനുമുള്ള ആളുകൾക്ക് അത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ചയായി മാറി.
കർണൻ ഉടനെ തന്നെ അവിടെ തനിക്ക് വേണ്ടി തയ്യാറാക്കി കൊണ്ടുവന്ന പുതിയ രഥത്തിലേക്ക് കയറി ഭീമനുമായിട്ടുള്ള ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. ഇവർ പരസ്പരം ഇങ്ങനെ രഥത്തിൽ നിന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആക്രമിച്ചു കൊണ്ടിരുന്ന സമയത്ത് ചുറ്റിനുമുള്ള ആളുകൾക്ക് അവരുടെ ദേഹത്ത് പരസ്പരം ഉണ്ടാക്കിയ ആഴമേറിയ മുറിവുകൾ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ആ മുറിവുകളിൽ അവർ ആ സമയത്ത് രക്തചന്ദനം കൊണ്ട് തേച്ചിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പോരാട്ടം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഭീമസേനൻ്റെ അമാനുഷികമായിട്ടുള്ള ഈ ഒരു ധീരതയും പ്രകടനങ്ങളുമെല്ലാം കണ്ടിട്ട് എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നി. ഇതിൽ കൃഷ്ണനും അർജുനനും അതുപോലെ തന്നെ അർജുനൻ്റെ രഥം സംരക്ഷിക്കുന്ന 2 പേരുണ്ടല്ലോ, 2 പാഞ്ചാലന്മാർ, അവർ 2 പേരും കൂടെ അവിടെ നിന്നുകൊണ്ട് നല്ലതുപോലെ സന്തോഷിച്ചു ഈ ഒരു പ്രകടനം കണ്ടപ്പോൾ. അങ്ങനെ കർണൻ വീണ്ടും ഭീമസേനനുമായി പോരാടി. ഇവർ രഥം കയറ്റിയും ഇറക്കിയും പരസ്പരം ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് ഭീമസേനൻ ദുര്യോധനൻ്റെ സഹോദരന്മാരെ വധിച്ച കാര്യം ആലോചിച്ചിട്ട് പരിഭ്രമപ്പെട്ടു. എന്നിട്ട് വൃഗോദരന് ചുറ്റുമായിട്ട് കർണൻ ഭയാനകമായിട്ടുള്ളൊരു അസ്ത്രവർഷം നടത്തി. കർണൻ അയച്ച അസ്ത്രങ്ങൾ അത് മരണമസ്ത്ര രൂപത്തിലെടുത്ത് വരുന്നത് പോലെയായിട്ട് ഭീമന് തോന്നി. എന്നിരുന്നാൽ പോലും ഭീമൻ ഭയന്നില്ല, അവിടെ നിന്ന് പിന്മാറിയില്ല. ഭീമൻ അവിടെ നിന്നുകൊണ്ട് കർണനെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു കൊണ്ടിരുന്നു. വീണ്ടും കർണൻ അയക്കുന്ന അസ്ത്രങ്ങളുടെ ശക്തിയും ഊക്കുമെന്തെന്ന് ഭീമന് മനസ്സിലാവുന്നുണ്ട്. അത് മനസ്സിലായിട്ടും ഭീമൻ കർണന് നേരെ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അവിടെ ചുറ്റിനു നിന്നിരുന്ന യോദ്ധാക്കൾ, കൗരവ പാണ്ഡവ പക്ഷത്തിലുള്ള യോദ്ധാക്കൾ ഭീമനെ സ്തുതിച്ചു. ആ യോദ്ധാക്കളെന്ന് പറയുമ്പോഴത്തേക്കും 8 മഹാരഥന്മാരുണ്ടായിരുന്നു ആ യോദ്ധാക്കൾക്കിടയിൽ. ഭൂരിശ്രവസ്, കൃപാചാര്യർ, അശ്വത്ഥാമാവ്, ശല്യർ, ജയദ്രഥൻ, കൂടെ ഉത്തമൗജസ്, അതുപോലെ യുധാമന്യു, സാത്യകി, കൃഷ്ണൻ, അർജുനൻ, ഇവർ 10 പേരും, അതായത് ഭീമസേനൻ്റെ ശത്രുപക്ഷത്തിലുള്ള 5 പേരും ഭീമസേനൻ്റെ സ്വന്തം പക്ഷത്തിലുള്ള 5 പേരും, ഇവർ 5 പേരും ഒരേപോലെ ഭീമൻ്റെ ഈ ഒരു ധീരത, കർണൻ അയക്കുന്ന അസ്ത്രങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുകൂടി തൻ്റെ ജീവന് പോലും ഒരു വിലയും കൊടുക്കാതെ അവിടെ നിന്ന് ധീരമായി പോരാടുന്നത് കണ്ടിട്ട് ഇവർ ഭീമനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയും ഇവരെല്ലാവരും സ്തുതിവചനങ്ങൾ പറയുകയും ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ ഗർജിക്കുകയും ചെയ്തു. ദുര്യോധനൻ ഉടനെ തന്നെ തൻ്റെ 7 സഹോദരന്മാരെ അടുത്തേക്ക് വിളിച്ചു. ആ 7 സഹോദരന്മാരോട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ 7 പേരും പെട്ടെന്ന് പോയി ഭീമനെ ആക്രമിക്കുക, എന്നിട്ട് അംഗരാജൻ കർണനെ ഭീമനിൽ നിന്ന് രക്ഷിച്ചാലുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 7 സഹോദരന്മാർ ഭീമൻ്റെ അടുത്തേക്ക് വന്ന് ഭീമനുമായി പോരാടി തുടങ്ങി. ആ ഒരു പോരാട്ടത്തിനിടയിൽ ഭീമൻ തൻ്റെ വില്ലുയർത്തി 7 ശരങ്ങൾ അയച്ചു. ആ 7 ശരങ്ങൾ ആ 7 മഹായോദ്ധാക്കളുടെ 7 കൗരവന്മാരുടെ ഹൃദയത്തിലാണ് കയറി ഇറങ്ങിപ്പോയത്. ആ 7 പേരും വധിക്കപ്പെട്ടു. ആ 7 പേരിലായിരുന്നു കൗരവ യോദ്ധാക്കളിൽ, കൗരവന്മാരിലേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള 2 യോദ്ധാക്കളുണ്ടായിരുന്നത്, ചിത്രസേനനും വികർണനും. അങ്ങനെ ചിത്രസേനനും വികർണനും വധിക്കപ്പെട്ടിരിക്കുകയാണ്. ചിത്രസേനൻ്റെയും വികർണൻ്റെയും മരണം നമ്മൾ മഹായോദ്ധാക്കൾ വീഴുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒന്ന്. അവർ 2 പേരും നല്ല അടിപൊളിയായിട്ട് പോരാടുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് അവർക്ക് നമ്മളിപ്പോൾ കൊടുക്കുവാണ്. അങ്ങനെ ഈ 7 പേരും കൂടെ ഭീമനാൽ അവിടെ വധിക്കപ്പെട്ട് വീണപ്പോഴത്തേക്കും യുദ്ധഭൂമിയുടെ അന്തരീക്ഷം വല്ലാതെയായി. ഭീമൻ അവിടെ ചട്ടയില്ലാതെ നെഞ്ചൊക്കെ കാണിച്ച് മസിലൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അവിടെ ഈ കൗരവന്മാരിങ്ങനെ ചലനമറ്റിങ്ങനെ കിടക്കുക. എന്നിട്ട് ഭീമൻ അവിടെ നിന്നുകൊണ്ട് എന്തോ ആരോടോ ഉള്ള എന്തോ ഒരു ദേഷ്യം കണക്ക് മാനുഷികമല്ലാത്ത രീതിക്ക് ഭീമൻ അവിടെ നിന്നുകൊണ്ട് ഗർജിച്ചു. ആ ഗർജനം വ്യൂഹത്തിൻ്റെ പുറത്ത് യുധിഷ്ഠിരൻ കേട്ടു. യുധിഷ്ഠിരൻ കാര്യം എന്ത് എന്ന് അന്വേഷിച്ചു. കാരണം യുദ്ധഭൂമിയിലൊക്കെ വാർത്തകൾ തീ പോലെ പടർന്നു പിടിക്കുമെന്നല്ലേ പറയുന്നേ. അവരാ വാർത്ത അറിഞ്ഞു. ഭീമൻ വ്യൂഹത്തിനുള്ളിൽ കയറി 31 കൗരവന്മാരെ വധിച്ചിരിക്കുന്നു. ദുര്യോധനൻ ആ സമയത്ത് മനസ്സിലാക്കുകയാണ്, ഭീമസേനൻ 13 കൊല്ലം കെട്ടിയിട്ടിരുന്ന തൻ്റെ ക്രോധത്തിൻ്റെ അഗ്നിയാണ് ഇന്ന് ഈ യുദ്ധഭൂമിയിൽ കാട്ടുതീ പോലെ സ്പ്രെഡ് ചെയ്തേക്കുന്നതെന്ന്. അതേ അഗ്നി തന്നെയാണ് തൻ്റെ 31 സഹോദരന്മാരെ പരലോകത്തിലേക്ക് അയച്ചതെന്നും ദുര്യോധനൻ മനസ്സിലാക്കി. ഭീമനും കർണനും നിർത്തുന്നില്ല, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. പൊന്നു കെട്ടിയേക്കുന്ന ഭീമൻ്റെ പേരെഴുതിയേക്കുന്ന അസ്ത്രങ്ങൾ കർണൻ്റെ ദേഹത്തോട്ടും കർണൻ എയ്ത എണ്ണമറ്റ അസ്ത്രങ്ങൾ ഭീമൻ്റെ ദേഹത്തോട്ടും കയറുന്നു. രഥങ്ങളിലോട്ട് പരസ്പരം തകർക്കുന്നു. അങ്ങനെ ഇവരങ്ങോട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന ആ സമയത്ത് ചുറ്റിനുമുണ്ടായിരുന്ന ഗജസൈന്യങ്ങൾ വീണു. കുതിരകൾ ചിന്നിച്ചിതറി ഓടി. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഭീമനും കർണനും നിന്ന് പോരാടുന്ന സ്ഥലത്ത് നിന്ന് ഈ കൗരവപ്പട അവർ നാനാ ദിശയിലോട്ട് ഓടി. അവരടുത്ത് നിൽക്കുന്നില്ല ഈ പട. ആ പട അവരുടെ അടുത്ത് നിന്ന് ഓടിപ്പോവുക. ഓടിപ്പൊക്കൊണ്ടിരിക്കവേ കൗരവ പടയാളികൾ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും പാണ്ഡവർക്ക് വേണ്ടി ദേവതകൾ പോരാടുകയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടല്ലേ കർണൻ്റെയും ഭീമൻ്റെയും അസ്ത്രത്തിൻ്റെ ബലം കൊണ്ട് നമ്മുടെ തന്നെ ട്രൂപ്പുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്.
അങ്ങനെ ഇവർ പരസ്പരം ഭയാനകമായി പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് ഭീമൻ്റെ വില്ലിൽ നിന്ന് വന്നൊരു അസ്ത്രം വീണ്ടും കർണൻ്റെ വില്ല് മുറിച്ചു കളഞ്ഞു. കർണൻ ഉടനെ തന്നെ ആ വില്ല് വലിച്ചെറിഞ്ഞതിന് ശേഷം നല്ല ശക്തി താങ്ങാൻ പറ്റുന്ന ഒരു വലിയ മടൽ കണക്കത്തുള്ളൊരു വില്ലെടുത്തു. ആ വില്ലെടുത്തതിന് ശേഷം കർണൻ ഭീമന് നേരെ അസ്ത്രങ്ങൾ അയച്ചിട്ട് അമാനുഷികമായിട്ടുള്ള തൻ്റെ കൈവഴക്കം എല്ലാവരെയും കാണിച്ചു. കർണൻ ഇടത്തെ ഭാഗത്തോട്ടും വലത്തെ ഭാഗത്തോട്ടും അസ്ത്രങ്ങൾ അയച്ചു. ചുറ്റിനും ഇങ്ങനെ അസ്ത്രങ്ങൾ അയച്ചു. ഒരു അസ്ത്രത്തിന് പിന്നാലെ അടുത്ത അസ്ത്രം എന്നുള്ള രീതിക്ക് അസ്ത്രങ്ങൾ അയച്ചു. അങ്ങനെ കർണൻ്റെ ആ രഥത്തിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അതിന്നൊക്കെ അസ്ത്രങ്ങൾ ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തോന്നിക്കുന്നത് പോലെ കർണൻ അങ്ങോട്ട് അസ്ത്രങ്ങൾ അയച്ചു. ഈ അസ്ത്രങ്ങൾ ആകാശത്തിൽ ഇങ്ങനെ നിറഞ്ഞ് ഭീമന് നേരെ ഇങ്ങനെ വരാനൊരുങ്ങുകയാണ്. ഇതിനിടയിൽ കർണൻ കടന്നൊരു പരിപാടിയും കൂടെ കാണിച്ചു. ഒരസ്ത്രത്തിന് പിന്നാലെ മറ്റൊരസ്ത്രം ഇങ്ങനെ അയച്ചു വിട്ടു. അപ്പോൾ ഒരൊറ്റ ലോങ് അസ്ത്രം ഇങ്ങനെ പോകുന്ന കണക്കിരിക്കും. ഭീമൻ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. ഭീമൻ കർണനെ പ്രഹരിച്ചു. എന്നിട്ട് ഈ അസ്ത്രങ്ങൾ വരുന്നതിനനുസരിച്ച് ആ അസ്ത്രങ്ങളെ തകർത്ത് വിട്ടുകൊണ്ടിരുന്നു. കർണൻ തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് ഭീമസേനൻ്റെ ശരവർഷത്തെ നേരിട്ടു. എന്നിട്ട് കർണൻ ഭീമസേനന് നേരെ ഒന്നിന് പിന്നാലെ ഒന്നായി അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രം വന്നിട്ട് ഭീമസേനൻ്റെ വില്ലു മുറിച്ചു. അടുത്തൊരു അസ്ത്രം വന്നിട്ട് ഭീമസേനൻ്റെ ആവനാഴി മുറിച്ചിട്ടു. അടുത്ത അസ്ത്രം വന്നിട്ട് ഭീമസേനൻ്റെ സാരഥിയെ തറച്ചു, സാരഥിയുടെ ദേഹത്ത് തറച്ചു. ഇപ്പോൾ സാരഥിയുടെ ദേഹത്ത് വിശോകൻ്റെ ദേഹത്ത് അസ്ത്രം തറച്ചുടനെ വിശോകൻ ആ രഥത്തിൽ നിന്ന് ഇറങ്ങി ഓടി സാത്വികിയുടെ രഥത്തിലോട്ട് പോയി കയറി. എന്നിട്ട് അടുത്ത അസ്ത്രങ്ങൾ വന്നിട്ട് ഭീമസേനൻ്റെ കുതിരകളുടെ പൂട്ടിയേക്കുന്ന ഭാഗം അഴിച്ചു. എന്നിട്ട് ആ കുതിരകളെ വധിച്ചു. ഭീമസേനൻ്റെ കൊടിയും മുറിച്ചിട്ടു. അങ്ങനെ ഭീമസേനനെ ചുരുക്കി പറഞ്ഞാൽ രഥമില്ലാത്തൊരവസ്ഥയായി. ഭീമൻ ഉടനെ തന്നെ അടുത്തുണ്ടായിരുന്നൊരു വലിയ കുന്തമെടുത്തിട്ട് കർണൻ്റെ രഥത്തിന് നേരെ വലിച്ചു നിറഞ്ഞു. കർണൻ 10 അസ്ത്രങ്ങൾ കൊണ്ട് ആ കുന്തത്തിനെ പല കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടു. എന്നിട്ട് കർണൻ ഭീമന് നേരെ വീണ്ടും അസ്ത്രം ഓങ്ങാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും ഭീമൻ തൻ്റെ ഉടവാളും അതുപോലെ തന്നെ പരിചയം എടുത്തുകൊണ്ട് രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി. കർണൻ്റെ നേരെ ഇങ്ങനെ ഓടി വന്നു തുടങ്ങി ഭീമൻ. അപ്പോൾ ഭീമൻ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് കർണൻ അസ്ത്രങ്ങൾ അയച്ചിട്ട് ഭീമൻ്റെ പരിചയം മുറിച്ചങ്ങിട്ടു. അങ്ങനെ കർണൻ തൻ്റെ മടലുപോലത്തെ വില്ലെടുത്തിട്ട് ഞാണ് വലിക്കുന്ന ആ സമയത്ത് ഭീമൻ എറിഞ്ഞ് ആ വാള് വന്നിട്ട് കർണൻ്റെ വില്ല് മുറിച്ച് 2 കഷ്ണമാക്കിയിട്ട് ഈ വാള് തെറിച്ച് അപ്പുറത്ത് പോയെന്ന് വീണു. കർണൻ ഉടനെ തന്നെ ചിരിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ആ വില്ലെടുത്ത് എറിഞ്ഞിട്ട് അതിനെക്കാട്ടിയും ശക്തി താങ്ങാൻ പറ്റുന്ന മറ്റൊരു വില്ലിങ്ങനെ എടുത്തിട്ട് നോക്കിയപ്പോൾ ഭീമനെ അവിടെ കാണുന്നില്ല. എല്ലാവരും ഏകുന്നൊരു ശബ്ദം കേട്ടുകൊണ്ടാണ് കർണൻ അങ്ങോട്ടേക്ക് നോക്കിയത്. എല്ലാവരും മുകളിലോട്ട് നോക്കുന്നു. കർണൻ മുകളിലോട്ട് നോക്കിയപ്പോൾ കാണുന്നൊരു കാഴ്ച, ദേഹം നിറച്ച് പേശികളുള്ള ശക്തമായിട്ടുള്ളൊരു രൂപം ഭൂമിയിൽ നിന്ന് ചാടി ആകാശത്തിലേക്ക് 2 കൈയും വിടർത്തി വെച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് കണ്ടത്. അതായത് ചാടി ഇങ്ങനെ വരുന്നതാണ് കണ്ടത്. ആ രൂപം കർണന് നേരെ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ വ്യക്തമായി തുടങ്ങി. ആ രൂപത്തിൻ്റെ വസ്ത്രമെന്ന് പറയുമ്പോൾ ചുവന്ന വസ്ത്രവും അതിൽ വെള്ള വസ്ത്രവും മഞ്ഞ വസ്ത്രവും ഉണ്ടായിരുന്നു. ദേഹത്തൊക്കെ പടച്ചട്ടയുടെ കാപ്പുകൾ വെച്ചിട്ടുണ്ട്, പക്ഷേ പടച്ചട്ട ഇട്ടിട്ടില്ലായിരുന്നു. മുഖം തെളിഞ്ഞു വന്നപ്പോൾ കർണന് മനസ്സിലായി അത് ഭീമനായിരുന്നു എന്ന്. ഭീമൻ കർണനെ ചാടി പിടിക്കാനായിട്ട് ഈ രഥത്തിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മല പോലെയുള്ള ഒരുത്തൻ രഥത്തിലോട്ട് ഇങ്ങനെ ചാടി വരുന്നത് കാണുമ്പോൾ ഏതൊരു മനുഷ്യനും ചെയ്യുന്ന പരിപാടി തന്നെ കർണനും ചെയ്തു. പുള്ളിക്കാരൻ പതുക്കെ കുനിഞ്ഞങ്ങിരുന്നു, അതായത് ഈ രഥത്തിൽ ഒളിച്ചങ്ങിരുന്നു. ഭീമൻ ഇങ്ങനെ ചാടി വന്ന് ഭീമൻ്റെ കൈ കർണൻ്റെ പിന്നിലുണ്ടായിരുന്ന ഈ കൊടി വെച്ചേക്കുന്ന ആ ഒരു ദണ്ടുണ്ടല്ലോ, ആ ദണ്ടിലങ്ങ് പിടിച്ചു. ആ ദണ്ടി പിടിച്ചുകൊണ്ട് ഭീമൻ രഥത്തിൻ്റെ താഴെ അങ്ങ് നിന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഒരു അത്ഭുതമായി. ഭീമൻ ഇങ്ങനെ ചാടി വരുന്ന കണ്ടപ്പോൾ ആരും പ്രതീക്ഷയില്ല ഇങ്ങനെ ചെയ്ത് കളയുമെന്ന്. അപ്പോൾ എല്ലാവരും അതിന് ഭീമനെ പ്രശംസിച്ചു. പക്ഷെ കർണൻ ഇഷ്ടപ്പെട്ടില്ല. കർണൻ പതുക്കെ രഥത്തുനിന്ന് പൊങ്ങിയിട്ട് നിലത്ത് നിൽക്കുന്ന ഭീമനെ ആക്രമിച്ചു തുടങ്ങി. അതായത് നിരായുധനായി നിലത്ത് നിൽക്കുന്ന ഭീമനെ രഥത്തിൽ നിന്നുകൊണ്ട് കർണൻ ഭയങ്കരമായിട്ട് ആക്രമിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഭീമൻ അപ്പോഴും അവിടെ നിന്ന് ഓടിയില്ല, പിന്തിരിഞ്ഞോടിയില്ല. ഭീമൻ ചുറ്റിനും നോക്കി അടുത്തതെന്ത്. ഇപ്പോൾ നേരത്തെ അർജുനൻ ഈ വ്യൂഹത്തിനുള്ളിൽ വന്നപ്പോൾ ഒരു ഗജസേനയെ അസ്ത്രമേത് വീഴ്ത്തിയെന്ന് പറഞ്ഞല്ലോ. ആ ഗജങ്ങളുടെ ചലനമറ്റ ശരീരങ്ങൾ അവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. ആ ഓരോ ഗജങ്ങളെന്ന് പറയുമ്പോൾ മലയുടെ സൈസുള്ള ഗജങ്ങളായിരുന്നു. അതിനിടയിലോട്ട് കർണന് തൻ്റെ രഥവും കൊണ്ട് കയറാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഭീമൻ പെട്ടെന്ന് ആ വീണ് കിടക്കുന്ന ഗജസേനയുടെ ഇടയിലോട്ടങ്ങ് കയറി. അതായത് ചലനമറ്റ് കിടക്കുന്ന ഗജങ്ങളുടെ ശരീരങ്ങൾ നിരത്തിയിട്ടിരുന്ന സ്ഥലത്തേക്ക് ഭീമനങ്ങ് കയറി. എന്നിട്ട് ഭീമൻ പെട്ടെന്ന് ഒരു ഗജത്തിൻ്റെ പറക്കോട്ടങ്ങ് പോയി. ഇപ്പോൾ കർണൻ ഈ ഒരു രഥവും കൊണ്ട് ഗജസേനയ്ക്ക് ഇടയിലോട്ട് കയറാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും കർണന് കയറാൻ പറ്റുന്നില്ല. കാരണം ആനകളുടെ ഇടയിൽ കൂടെ എങ്ങനെ ആ രഥം കയറ്റിക്കൊണ്ട് പോകണേ. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗജത്തിനൊരു അനക്കം ഉണ്ടായി തുടങ്ങുന്നു. കർണൻ നോക്കിയാണെങ്കിൽ ഈ ഗജം എന്താ അനങ്ങുന്നേ, ഈ ആന ജീവനോടെ കണ്ടോ. അപ്പോൾ ആന പതുക്കെ അനങ്ങുന്നുണ്ട്. ആ ആന പതുക്കെ ഇങ്ങനെ പൊങ്ങിത്തുടങ്ങി. ഇപ്പോൾ കർണൻ ഇങ്ങനൊരു അത്ഭുതത്തോടുകൂടി ആന ഇത്രയും നേരം അനങ്ങാതെ കിടന്ന ആന ഇങ്ങനെ എണീക്കുന്ന കണക്ക് പൊങ്ങുന്നു. അപ്പോൾ ഈ ആന പൊങ്ങുന്നതിനനുസരിച്ച് പാദരക്ഷകൾ കെട്ടിയ ശക്തമായ 2 കാലുകൾ കാണാൻ പറ്റി. ആ ആന വീണ്ടും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. പൊങ്ങുന്നതിനനുസരിച്ച് കർണന്
ചുവന്ന നിറത്തിലുള്ള ധോത്തിയും അതിന് ചുറ്റും മഞ്ഞ നിറത്തിലും വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ മുറുക്കി കെട്ടിയേക്കുന്നത് കർണന് കാണാൻ പറ്റി. ഗജം വീണ്ടും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗജം പൊങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഒരു യോദ്ധാവിൻ്റെ ചട്ടയില്ലാത്ത നെഞ്ചുഭാഗം കാണാൻ കഴിഞ്ഞു. ആ ഗജം വീണ്ടും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ ആ യോദ്ധാവിൻ്റെ മുഖം കാണാം. അതിൻ്റോടൊപ്പം തന്നെ ഒരു യോദ്ധാവിൻ്റെ ഗർജനം കാണാം. ആ ഗജം പൂർണ്ണമായും പൊങ്ങിയപ്പോഴാണ് കർണൻ മനസ്സിലാക്കുന്നത് ആയുധമില്ലാതിരുന്ന ഭീമസേനനാണ് ആ ഗജത്തിനെ എടുത്ത് ഉയർത്തിയതെന്ന്. ആ അനക്കമില്ലാത്ത ആനയുടെ ശരീരം ഭീമൻ തൻ്റെ ആയുധമാക്കിയെടുത്തു. ഇതുവരെ ഈ എപ്പിസോഡ് ഈ ഒരു റൗണ്ട് പോരാട്ടം ഉണ്ടല്ലോ, അതായത് ഈ ആനയും പൊക്കി പിടിച്ചുകൊണ്ട് ഭീമൻ നിൽക്കുന്നുണ്ടല്ലോ, ഈ ഒരു പോരാട്ടത്തിൽ കർണൻ തന്നെ ഭീമനെ പരാജയപ്പെടുത്തുന്നുണ്ട്. പരാജയപ്പെടുത്തുമെന്ന് മാത്രമല്ല, ഭീമനെ കർണൻ നിർത്തി അപമാനിക്കുന്നുണ്ട്. ഭീമനെ കർണൻ നിർത്തി അപമാനിക്കുകയും അവസാനം അർജുനൻ വന്നിട്ടാണ് കർണൻ്റെ കയ്യിൽ നിന്ന് ഭീമനെ രക്ഷിക്കുന്നത്. അപ്പോൾ അത് അടുത്ത എപ്പിസോഡുണ്ട്. മിക്കവാറും ഇപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയും കൂടെ കണ്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ വെച്ച് നിർത്തുന്നത്, ഈ ഒരു ഭാഗം വെച്ച് തന്നെ നിർത്തിയത്. ഓക്കെ, അതുമാത്രമല്ല അടുത്ത എപ്പിസോഡിൽ ജയദ്രഥവധം കംപ്ലീറ്റ് ചെയ്യാണ്. ആക്ച്വലി ഈ എപ്പിസോഡും അടുത്ത എപ്പിസോഡും ഞാൻ ഒറ്റ സ്ട്രെച്ചിലാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ